ഹല്ലേലൂയ. സന്തോഷമുണ്ടോ എല്ലാവർക്കും? പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ വചനം? ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനെയെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ആദ്യം. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ, സത്യം പറഞ്ഞാൽ ആരും ഒന്ന് വിഷ് ചെയ്യാൻ പോലും ഇല്ലാത്തവരുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആരും ആ ഡേറ്റ് ഒന്നും ഓർത്തൊന്ന് വിഷ് ചെയ്യാത്ത ധാരാളം പേര് മറന്നു പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ ബന്ധുക്കളായിട്ടെ നമ്മളെ മക്കളാകട്ടെ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അല്ലേ വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ഒന്ന് നോക്കണമെന്നൊന്നും ഇല്ല അവരും. അപ്പോൾ നമ്മൾ ഇതുവഴി വിഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി അമ്മമാർ ഇതിനകത്ത് കാണുന്നുണ്ട്. അമ്മമാരെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ അമ്മ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു 58 വയസ്സ് കഴിയുമായിരുന്നു, അല്ലേ ഡാഡി? അതെ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ 58 വയസ്സ് കഴിഞ്ഞ ഒത്തിരി പേര് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അവരാണ്, മോളെ എന്ന് പറഞ്ഞ ഒത്തിരി സ്നേഹത്തോടെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അവരെ ഒരുപക്ഷെ വിഷ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകണമെന്നില്ല. വയസ്സായ ആൾക്കാരെയൊക്കെ അവരൊക്കെ മറന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവരെ ഒന്ന് വിഷ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സഹോദരങ്ങൾ, സഹോദരി, അമ്മമാര് എല്ലാവരും, എന്നെ യൂട്യൂബിലൂടെ കാണുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സഭയായുള്ള സ്നേഹത്തെ, വന്ദനത്തെ ഞങ്ങൾ അറിയിക്കട്ടെ. നിങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു. ഇവിടെയാണെങ്കിലും ദൂരെയാണെങ്കിലും നിങ്ങൾ എവിടെ ഇരുന്ന് കാണുന്നെങ്കിലും കർത്താവിൽ നിങ്ങൾക്ക് സ്നേഹത്തെ അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഴ്ചയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം കൂടി അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൊടുത്തതിനായി സ്തോത്രം. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദീർഘായുസിന്റെയും വർഷങ്ങളാക്കി വരുന്ന വർഷങ്ങളെ ദൈവം തീർക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ച് ആഴത്തിൽ വളരുന്ന മക്കളായി അവർ തീരട്ടെ. അവരും അവരുടെ സന്തതികളും അനുഗ്രഹിക്കപ്പെടട്ടെ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ വിഷ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അടുത്തൊരു വർഷത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുമ്പോൾ സ്വർഗീയമായ ആത്മീകമായ സകല നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യയന വർഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുകയും ആ കൃപയിൽ നിങ്ങൾ പഠിച്ച് ജ്ഞാനത്തിലും ബുദ്ധിയിലും ആത്മാവിലും ബലപ്പെടുവാനും നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യയന വർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതാണല്ലേ അടുത്ത മാസം മുതൽ. എന്നാലും ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെയല്ല കേട്ടോ. അവിടെ ഇപ്പോൾ വിദേശത്തോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവധിയാണ്, അല്ലേ സഹോദര? ഇപ്പോൾ ഇനിയല്ലേ ചൂട് സീസൺ വരുന്നത് അവിടെ. അതെ, അവർക്ക് ഇനി സ്കൂൾ അവധിയാണ്. ഹല്ലേലൂയ. എന്തായാലും ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീക വരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുവാണ്. ഹല്ലേലൂയ. അപ്പം അതിനു മുമ്പ് നമുക്കൊരു ചെറിയ സാക്ഷ്യം ഒന്ന് കേട്ടാലോ? അഞ്ചന സാക്ഷ്യം പറയുന്നുണ്ടോ? വാ. ശ്യാമ പറയുന്നുണ്ടോ? അടുത്ത ആഴ്ച പറയൂ. ഓക്കെ, തൻ്റെ കുഞ്ഞിന് ലഭിച്ച ഒരു സൗഖ്യത്തെ കുറിച്ചാണ് പ്രിയ സഹോദരി സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞ് കഴിക്കുമ്പോൾ തൊണ്ടയിൽ ചക്കവറ്റൽ കുടുങ്ങിപ്പോയി. ഒത്തിരി വേദനയോടെ ആഹാരം കഴിക്കാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പ്രിയ മകൾ വിളിച്ചു. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. സൗഖ്യമായോ ഇല്ലയോ എന്ന് പറയും. സൗഖ്യമായി. ആഹാരം കഴിച്ചു കുഞ്ഞ്, പിന്നെ ഒരു കുഴപ്പം ഇപ്പൊ ഇല്ലല്ലോ. വാ, ഇങ്ങ് വാ, കുഞ്ഞു വാ. കുഞ്ഞിനെ കൂടെ കാണട്ടെ. ആതിരിങ്ങ് വാ. കയറിക്കും, മുകളിലോട്ട് കയറിക്കും. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ. ആര് മേടിച്ചു എന്നാണ്? അമ്മയോ? അതെ, കാണാൻ പറ്റുന്നില്ല യൂട്യൂബിലുള്ളവർക്ക്. പുള്ളിക്കാരുടെ തൊണ്ടയിലാണ് ചക്കവരലെടുത്ത് വിഴുങ്ങി. ചവച്ച് തിന്നാൻ അറിയത്തില്ല. പല്ലുണ്ട് എന്നാലും ചവയ്ക്കത്തില്ല. വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ആരും കഴിക്കാതെ ആകെ പ്രശ്നം ഉണ്ടാക്കി. കർത്താവ് അതിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആ വെള്ളം കുടിച്ചപ്പോ ചക്കവറ്റലൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയി. ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി സ്കൂളിലേക്കൊക്കെ പോകാൻ പോവുകയാണ്, മിടിക്കുകയാണ്. പൊയ്ക്കോ. ഹല്ലേലൂയ. എത്ര ചെറുതായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ,
നമ്മൾ ദൈവമുമ്പിലല്ലേ ഒരു സാക്ഷ്യം പറയുന്നത് നമുക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. ചില ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് പിന്നെ അവസാനം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടൊക്കെ എടുക്കുന്നല്ലേ. ഈ കുഞ്ഞുങ്ങൾ ഇതാ പ്രശ്നം, എന്ത് കിട്ടിയാലും എടുത്ത് വിഴുങ്ങിക്കളയും. നമ്മുടെ അടുത്ത് ഒരു കുഞ്ഞ് തൊണ്ടയിൽ പിന്നു കുടുങ്ങിയിട്ട് മരിച്ചു പോയില്ലായിരുന്നു, ഇവിടെ അടുത്തല്ലേ, ആർക്കെങ്കിലും അറിയാമല്ലോ, ഇവിടെ വരുന്ന ഒരമ്മച്ചീരല്ലേ അവിടെയുള്ള മോൻ്റെ കൊച്ച്, അതെ അതെ, ആ പിന്നു കുരുങ്ങിയിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയി. അതിന് രക്ഷിക്കാൻ പറ്റിയില്ല, ഒരു നിസ്സാര ഒരു പിന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ ദൈവത്തിന്റെ വലിയ കൃപയാണ്. ദൈവം കാക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലൂടെ എത്രയോ രക്തക്കുഴലുകൾ ഓടുന്നുണ്ട്, ഒന്നിനും ഒരു രക്തം ഓടുന്ന കുഴലുകൾ ഒന്നിനും ഒരു കേട് പറ്റാതെ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും എൻ്റെ ശരീരത്തെ പറ്റി, കർത്താവേ, അയ്യോ എന്തോരം നാഡീ ഞരമ്പുകൾ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒന്നങ്ങ് നിലച്ചു പോയാൽ തീർന്നില്ലേ കാര്യം. നമ്മൾ ആ ദൈവത്തിന്റെ ആ ഒരു സൃഷ്ടി ഇടയ്ക്കിടയ്ക്ക് പറയണം, കർത്താവേ നല്ല കൈകൾ നല്ല കാലുകൾ ആരോഗ്യത്തെ തന്നതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മൾ അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടുന്നത് എല്ലാ പ്രവർത്തനങ്ങളും അകത്ത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെ അത് ഉപയോഗിക്കപ്പെടുന്നു, എങ്ങനെ അത് വേസ്റ്റായി മാറുന്നു, അത്രയും പ്രോസസ്സ് നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. അന്നേരം മനസ്സിലാവും ദൈവത്തിന്റെ ക്രിയേറ്റീവ് പവർ എന്തുവാണ്. ഹല്ലേലൂയ. നമ്മളാണ് നമ്മുടെ കുഞ്ഞു വിഷയങ്ങൾ വെച്ചിട്ട് കർത്താവിനെ ഭാരപ്പെടുത്തുന്നത്. നമ്മളും ഭാരപ്പെടും, ദൈവത്തെ നമ്മൾ വലിച്ചുകള. ഓക്കെ, നമുക്ക് സ്പിരിച്വൽ ഗിഫ്റ്റിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആത്മാവിന്റെ വരങ്ങൾ, അതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ അന്യഭാഷ, ടങ്സ്, വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ, ഇത്രയും കാര്യങ്ങൾ പറയുകയുണ്ടായി. പറഞ്ഞു തീർന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അടുത്ത ഭാഗത്തിലേക്കൊക്കെ ഞാൻ വരുവാണ്. പറയാനുള്ള അവസരം കർത്താവ് തരുന്ന പക്ഷം എല്ലാം പറയണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പൗലോസ് പറയുന്ന പോലെ ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. എല്ലാം അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. ദൈവം അനുവദിക്കുന്ന പോലെ നമുക്ക് പഠിച്ച് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ഇടങ്ങളിലും കടന്നു ചെല്ലണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഈ നാളുകളിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരും പറയുന്നുണ്ട് അവരുടെ ദേശത്തേക്കൊക്കെ ഒന്ന് വരണമെന്ന്. തീർച്ചയായും കർത്താവ് എന്നെ അനുവദിക്കുന്ന പക്ഷം വരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ ഇടങ്ങളിലും വരണമെന്നും നിങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ ഒരു ചെറിയ സൂം മീറ്റിംഗ് ആരംഭിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ റിക്വസ്റ്റാണ്, ഇവിടെ ആയിരിക്കുന്നവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഒരു വർഷത്തെ ഒരു വരുമാനം അങ്ങനെ നോക്കി അങ്ങനെ തുടങ്ങാം. ഒരു ചെറിയ അളവിൽ ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 100 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 18 സംതിങ് ഒരു വർഷം നമുക്കാവും. ശ്യാമയ്ക്ക് അറിയാമോ? ആവുമായിരിക്കും അല്ലേ? അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം 100 പേര് വെച്ചുള്ള ഒരു കുഞ്ഞു മീറ്റിംഗ് ആയിട്ട് തുടങ്ങാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഞാനതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ 100 പേര് വെച്ച് തുടങ്ങി നമുക്കത് ആള് കൂടുന്നതനുസരിച്ച് നമുക്കത് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. അതെല്ലാം ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ്. കാരണം നിങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് നേരിട്ട് കാണുകയും ഒക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന യൂട്യൂബ് വീഡിയോയിലൂടെ ഇതിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അന്നേരം നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. എന്തിനാണ് ആത്മീക വരങ്ങൾ ദൈവം നമ്മൾക്ക് നൽകുന്നത്? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ? എല്ലാവർക്കും ആത്മീക വരങ്ങൾ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. വെറുതെ ഒരു വിശ്വാസിയായിരുന്ന് ദൈവത്തെ സ്നേഹിച്ച് സ്വർഗത്തിലേക്ക് പോയാൽ പോരെ? ആത്മീക വരങ്ങളുടെ ആവശ്യമുണ്ടോ? എന്തിനാണ് ദൈവം ഈ ആത്മീക വരങ്ങൾ നൽകുന്നത്? അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എന്തിനാണ് ഈ ആത്മീയ വരങ്ങൾ നൽകപ്പെടുന്നത് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ആത്മീക വരങ്ങൾ നൽകുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിൽ വളരണം എന്നുള്ളതുകൊണ്ടാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിൽ വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ആ തേജസ് നമ്മൾ പ്രാപിക്കണം. ആ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടണം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആത്മീക വരങ്ങൾ നൽകുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വചനത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യം.
ആ, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അതേ പ്രതിമ ആരുടെ പ്രതിമ? ദൈവത്തിന്റെ ആ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടും. നമ്മൾ ഉൽപ്പത്തിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ദൈവത്തിന്റെ അതേ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ എവിടെ പറ്റിയതാ പ്രശ്നം? അനുസരണക്കേടിനാൽ മനുഷ്യൻ വീണുപോയപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്ന ആ സാദൃശ്യവും സ്വരൂപവും അങ്ങ് മാറിപ്പോയി. തിരികെ ആ തേജസ്സിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? അത് ഒറ്റ ദിവസം കൊണ്ട് ശരിയാകില്ല. നമ്മുടെ ആത്മാവാണ് ആദ്യം മാറ്റപ്പെടുന്നത്, പുതിയ സൃഷ്ടിയായി. പിന്നെ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്, സോൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയും. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഇതെല്ലാം കൂടിയുള്ള ഭാഗമാണ്. അതാണ് മാറാനായിട്ട് വലിയ പ്രയാസം. നമ്മുടെ സ്വഭാവം അല്ലേ, വളരെ പ്രയാസമുള്ള കാര്യം. അതാ ഞാൻ ഇന്നലെയോ അത് പറഞ്ഞത്. അവിടാണ് ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ സ്വഭാവങ്ങളാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ, നമ്മൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:12 എടുത്തേ. 9 ആത്മാവിന്റെ ഫലം എന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാവൂ. ഫലങ്ങൾ എന്നില്ല, കാരണം ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഒന്നിനകത്ത് എല്ലാം തന്നെ ഉണ്ട്. 5:22 ഓക്കെ, 5:22. ആത്മാവിന്റെ ഫലമോ ഒന്ന് തുടങ്ങുന്നില്ലേ? അതെന്നാന്നോ? അതന്നെ. അത് ഗലാത്യർ എത്രയാ? 5:22. ഓക്കെ. ഇന്ദ്രിയ ജയം. ഓക്കെ, അത്രയും മതി. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. കിട്ടത്തില്ല. ഞാനിങ്ങോട്ട് അഭിഷേകം പ്രാപിച്ചു നിറഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഒന്ന് സ്നേഹം വന്നുകൊണ്ടിരിക്കുക. സന്തോഷം, എപ്പോഴും സന്തോഷം വന്നു. സമാധാനത്തിന് ഒരു കുറവില്ല എനിക്ക്. അങ്ങനെയാണോ? അല്ല. നമ്മൾ ഓരോ ദിവസവും ദൈവാത്മാവ് അതിലേക്ക് നടത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. മനസ്സിൽ എപ്പോഴും ടെൻഷനും ഭാരവും ഒക്കെയാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടല്ലോ, അല്ലയോ? ദൈവത്തെ അറിയാലോ. എന്ത് പറ്റി സന്തോഷവും സമാധാനവും കിട്ടാത്തതിന്റെ കാര്യം? നമ്മുടെ ഉള്ളിൽ ശരിക്കും ആ വരങ്ങൾ വർക്ക് ചെയ്യണം. ആത്മാവിന്റെ വരങ്ങൾ വർക്ക് ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ നൽകപ്പെട്ട ആ വരങ്ങൾ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫലങ്ങൾ ഒരുവായി വരുന്നത്. സ്നേഹം ഉണ്ടാകുന്നു. ഞാൻ എന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ. പക്ഷെ എനിക്കിന്ന് ഒരുപാട് അപ്പന്മാരും അമ്മമാരെയും കർത്താവ് തന്നിരിക്കുന്നു. ഞാൻ പറയാറുണ്ട് ഇവിടെ വരുമ്പോൾ, യോസേഫുകളിലൂടെ എൻ്റെ അപ്പനെ പോലെ തന്നെയാണ്. അത് ആൻറ്റിയോട് പറയാറുണ്ട്. അതെ, വിമല ആൻറ്റി അമ്മയെ പോലെയാണ് എനിക്ക്. ഒത്തിരി അപ്പന്മാരും ഒത്തിരി അമ്മമാരും നമുക്കുണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അവരെയും കൂടെ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ പോലെ എനിക്കൊരു കുഞ്ഞിനെ സ്നേഹിക്കാൻ ശരിക്കും കഴിയുമോ? അവരോരോ കുഞ്ഞുങ്ങളുള്ളവരങ്ങനെ ചിന്തിച്ചാൽ മതി. ശരിക്കും നമുക്ക് കഴിയില്ല. ജഡത്തിൽ നിന്ന് അങ്ങനെ സ്നേഹിക്കാൻ നോക്കിയാൽ, എങ്ങനെ സ്നേഹിക്കാൻ നോക്കിയാലും വേറൊരു കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ പോലെ കാണാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്ന് ആ സ്നേഹത്തെ എന്നിലേക്ക് നിറയ്ക്കുമ്പോൾ
ഞാൻ കർത്താവിനോട് പറയാറുണ്ട്, അപ്പ എനിക്ക് ആരെയും സ്നേഹിക്കാനായിട്ട് കഴിയാറില്ല. അങ്ങനെ ആയിരുന്നു ഞാൻ, സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, എൻ്റെ സ്നേഹത്തെ ഞാൻ നിന്നിൽ നിറയ്ക്കാം. ഏത് സ്നേഹം നിറയ്ക്കാന്ന്? ദൈവസ്നേഹം നിറയ്ക്കാം. അപ്പൊ നീ എവിടെ നിന്ന് സ്നേഹിച്ചാൽ മതി? എൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ സ്നേഹിച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ആ സ്നേഹം എന്നിൽ എങ്ങനായിരിക്കും നിറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കില്ലേ? ഉണ്ട്. എങ്ങനായിരിക്കും എനിക്ക് ദൈവത്തിന്റെ സ്നേഹം നിറയാനായിട്ട് കഴിയുന്നത് എന്നില്? അപ്പൊ എല്ലാവരും പറയും, നിങ്ങളിൽ ദൈവസ്നേഹം നിറയുന്നു, ദൈവസ്നേഹം നിറയുന്നു. ഇതെങ്ങനെ നിറയുന്നു? ഇതെങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നു? നീ ദൈവസ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, ഇങ്ങനെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ എനിക്ക് ആ ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് കഴിയും? അത് ആബ്സെന്റ് ആണ്. അതാരും പറയുന്നില്ല. ഹല്ലേലൂയ. അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അകത്ത് കയറി പറയുക, മനസ്സിനകത്ത് നടക്കുന്ന കാര്യം. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് ശത്രുവിനെ സ്നേഹിക്കാനുള്ള കഴിവില്ല. എന്നാൽ എപ്പോഴാണോ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്, അന്നേരം എനിക്ക് മനസ്സിലായി, ഞാനൊരു പാപിയായിരുന്ന വ്യക്തിയായിട്ടും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ശരിയല്ലേ? ഞാനൊരു പാപിയായ വ്യക്തിയായിരുന്നിട്ടും ദൈവത്തിന് എന്നെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസ് പറഞ്ഞു, കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ പടക് വിട്ട് പോകണം. സഹോദരൻ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞല്ലേ പാപിയാണെന്ന്. എന്നാൽ കർത്താവ് എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഒരു സ്നേഹം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് കണ്ടിട്ടാണ് കർത്താവ് എന്നെ സ്നേഹിക്കുന്നതെന്ന് തോന്നൂലേ നമുക്ക്? അപ്പൊ ഇത്രയും പാപിയായ എന്നെ കർത്താവ് സ്നേഹിച്ചെങ്കിൽ മറ്റൊരു പാപിയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലേ? ആമേൻ, ഹല്ലേലൂയ. ഇത്രയും പാപിയായ എന്നെ ദൈവം സ്നേഹിച്ചെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ചാൽ മതി. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഇത്രയും പാപിയായി എന്നെ ദൈവം സ്നേഹിച്ചു. അപ്പോ യേശു എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണ്? പാപത്തിൽ കിടക്കുന്ന, അഴുക്കിൽ കിടക്കുന്ന എന്നെ സ്നേഹിച്ചു. അപ്പൊ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിക്കണം. അപ്പൊ പാപത്തിലും അഴുക്കിലും കിടക്കുന്നവനെ എനിക്കും സ്നേഹിക്കാൻ കഴിയും. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. മനസ്സിലായോ? ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ദൈവം എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ നിന്നെ ഇങ്ങനെയല്ലേ സ്നേഹിച്ചത്? ആർക്കും വേണ്ടാതെ നടന്ന നിന്നെ സ്നേഹിച്ചെങ്കിൽ നീ എൻ്റെ അക്കൗണ്ടിലെ സ്നേഹം എടുത്തിട്ട് സ്നേഹിക്ക. നിന്റെ ശത്രുവിനെ സ്നേഹിക്ക. നിന്നോട് മിണ്ടാതെ മുഖം തിരിച്ചു കിടക്കുന്നവരെ വിളിച്ചു നിർത്തി മിണ്ട്. വിളിച്ചു നിർത്തി അവരെ സ്നേഹിക്ക, അവരോട് സംസാരിക്ക. കാരണം ധാരാളം സ്നേഹം എൻ്റെ ഉള്ളിൽ കിടക്കുക. അല്ലല്ലേ? അപ്പൊ ഞാൻ ആ സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി അല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാം. പക്ഷെ കൊടുക്കാൻ ഒരു മനസ്സ് വേണം, എന്നാലേ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാ? കർത്താവിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്ന് തിങ്ങുകയാ. മനസ്സിലായോ? കർത്താവ് സ്നേഹം പകരുന്നത് അളവുകളില്ലാതെയാ. അതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, യാതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഹല്ലേലൂയ. കർത്താവ് സ്നേഹം പകരുന്നത് അങ്ങനെയാണ്. ഒരു ദിവസം ഇങ്ങോട്ട് സ്നേഹിച്ചു, ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പിന്നെ ആ വഴിക്ക് വരില്ല. അങ്ങനല്ല, അത് നമ്മളാണ് അങ്ങനെ ചെയ്യുന്നത്. കാണുമ്പോ വളരെ സ്നേഹം, അയ്യോ എത്ര നാളായി കണ്ടിട്ട്, എവിടെ വന്നല്ലോ പറഞ്ഞിട്ടാണ്. ഇതാണ് നമ്മൾ സ്നേഹം, അകത്തൊന്നും പുറത്തൊന്നും. നമ്മളൊക്കെ ചില വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശരിക്കും അവർക്ക് ഇഷ്ടം കാണില്ല. എത്ര നാളായി സിസ്റ്ററിനെ കണ്ടിട്ട്, വന്നാട്ടെ ഇരുന്നാട്ടെ പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവർക്കൊക്കെ നമ്മളെ സീരിയലിന്റെ സമയത്ത് ഇതാണ്ട് കയറി വന്നിരിക്കുന്നു പ്രാർത്ഥിക്കാനായിട്ട്. സീരിയലും കാണാൻ പറ്റിയില്ല.
ശരിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതെങ്ങനെ ഞാൻ പോയ അമൃത സിസ്റ്റർ പോയ ശേഷം എങ്ങനെ അമൃത സിസ്റ്റർ അറിയുന്നു? അതൊക്കെ എനിക്കറിയാം. ഞാൻ മുറ്റത്തിറങ്ങുമ്പോൾ അവരെന്ത് പറയാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അങ്ങനെയാണ്. ഹല്ലേലൂയ. ഇതാണ് മനുഷ്യരുടെ സ്നേഹം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയല്ല. ഒന്ന് പറയുകയും ഒന്ന് ചെയ്യുകയും ചെയ്യുന്ന ആളല്ല ദൈവം. കർത്താവ് അങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് ചിന്തകൾ കൊണ്ട് നമ്മൾ പാപം ചെയ്തു പോവില്ലേ, ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോവില്ലേ ആരുടെയെങ്കിലും എടുത്ത്. എന്നാൽ എനിക്ക് ഉടനെ അങ്ങ് വിഷമം വരും. ഞാൻ പ്രാർത്ഥിക്കായിരിക്കും, കർത്താവിനോട് പറയും, കർത്താവ് ഞാനൊന്ന് ദേഷ്യപ്പെട്ടു പോയി, അറിയാതെയാണ്. ശരിക്കും ഇപ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ. ശരിക്കും ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലായിരിക്കും. ഇവരെന്തെങ്കിലും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒക്കെ വല്ലോ ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞു പോകുന്നത്. വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. കർത്താവെ ഞാൻ ദേഷ്യപ്പെട്ടു പോയല്ലോ. ശരിക്കും വീണ്ടും അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളത് പറയാനായിട്ടൊരു മനസ്സുള്ളവരായിരിക്കണം അപ്പനോട്. നമ്മൾ അമ്മമാരോടും അപ്പനന്മാരോടൊക്കെ പിണങ്ങാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ അവർ 5 മിനിറ്റ് പോലും മാറിയിരിക്കില്ല, ഓടി വരും അല്ലേ? എന്തുകൊണ്ടാണ്? ആ സ്നേഹത്തിന്റെ ആഴം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുപോലെ കർത്താവ് നമ്മളെ നോക്കിയിരിക്കുവോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളല്ലേ വിട്ടിട്ട് പോകുന്നത് അപ്പന്റെ ആ സ്നേഹത്തെ? കർത്താവ് നോക്കിയിരിക്കുക, അവൻ എപ്പോഴാ വരുന്നത് എന്നോട് വീണ്ടും ഒന്ന് മിണ്ടാനായിട്ട്. ഹല്ലേലൂയ. അപ്പന്റെ സ്നേഹം അങ്ങനെ. ഹല്ലേലൂയ. നിങ്ങൾ എന്തോ തെറ്റ് ചെയ്താലും അപ്പനോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഏത് സമയത്തും ഒരു കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലാനായിട്ട് നമുക്ക് കഴിയും, ആ നീതിയുള്ള രക്തത്താല്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ചെറിയ തെറ്റ് നിങ്ങളുടെ ഉള്ളിൽ കിടന്നാലും അത് ഒരിക്കലും ആ ദൈവസ്നേഹത്തെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. എന്തെങ്കിലും കുറ്റബോധം മനസ്സിൽ കിടന്നാലും അപ്പനോട് അത് ഡയറക്റ്റ് സംസാരിച്ച് അതിനെ പരിഹരിക്കണം. അപ്പനോട് സംസാരിച്ച് പരിഹരിക്കണം. തിരിച്ച് ദൈവശബ്ദം കേൾക്കണം. നിങ്ങളും അപ്പനുമായിട്ട് എപ്പോഴും ഒരു നിരപ്പിന്റെ അനുഭവം വേണം. എന്നാലേ ഈ കൃപാവരങ്ങളൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സഹോദരങ്ങളെ. ആ ഒരു നിരപ്പിന്റെ അവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8:30 വായിച്ചേ. എല്ലാത്തിലും ഈ ഒരു കാര്യം തന്നെയാണ് വരുന്നത്. ഹല്ലേലൂയ. അതിന് ആ അധ്യായമാണോ എന്തോ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് എഴുതിയത് കൊണ്ടാണ് പലതും ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ മാറിപ്പോകുന്നത്. 8:30 ഉണ്ടോ? ശരിക്കും നോക്കിക്കേ, 30 ഉണ്ടല്ലോ. ശരി. ഒന്ന് വായിച്ചേ കുഞ്ഞെ. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അടുത്തത് വായിക്കേ. പ്രതികൂലം 6. അത് 29ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, അത് വായിച്ചേ. 29 വായിക്കേ. മുന്നറിഞ്ഞവരെ വിളിച്ചും തന്റെ പുത്രൻ അനേക സഹോദരങ്ങളിൽ ആദിജാതനാവേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, അതുകൊണ്ടാ എനിക്ക് വേണ്ട, അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സഹോദരൻ തമിഴിലൊന്ന് വായിച്ച, ചുമ്മാ കേൾക്കാനായിട്ട്. എനിക്ക് എല്ലാ ഭാഷയിലും ദൈവവചനം കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. 29 വായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നമ്മളെ ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ എങ്ങനായി തീരണം? ദൈവപുത്രനായ യേശുവിന്റെ സ്വരൂപത്തിന് അനുരൂപപ്പെടണം. ഹല്ലേലൂയ. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നടക്കുന്നത്. എൻ്റെ ചോദ്യം ഇന്ന് നിങ്ങൾക്കത് അറിയാമോ? നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? യേശുവിന്റെ സ്വരൂപത്തോട് എല്ലാ അർത്ഥത്തിലും അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കത് അറിഞ്ഞൂടല്ലോ. അതിനാ കൂട്ടായ്മ, അതിനാ സഭ, അതിനാ അപ്പോസ്തലൻ, അതിനാ പ്രവാചകൻ, അതിനാ ഇടയൻ, അതിനാ ടീച്ചേഴ്സ്, അതിനാണ് സുവിശേഷകന്മാർ. ഹല്ലേലൂയ. അതിനാണ് ഗിഫ്റ്റുകൾ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകൾ പരിഹരിച്ച്
ദൈവപുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അനുരൂപപ്പെടണം. ഹല്ലേലൂയ. അപ്പോ അടുത്ത വാക്യം വായിക്കുകയാണ്. എഫേസ്യർ 3:19 വായിച്ച് അവിടെ ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ നിറഞ്ഞു വരണമെന്ന് കാണാൻ പറ്റും. എഫേസ്യർ 3:19 വായിച്ച്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുവാനും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. ഹല്ലേലൂയ. നമ്മളിപ്പോ എന്ത് നിറയാൻ വിളിച്ചിരിക്കുന്നവരാണ്? പറഞ്ഞേ, ദൈവത്തിന്റെ നിറവിനാൽ. പറ, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ ശക്തി, തന്റെ പവർ, എല്ലാറ്റിനാലും നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. സ്നേഹത്താൽ നിറയണം, ക്ഷമയാൽ നിറയണം, ദീർഘക്ഷമയാൽ നിറയണം, സഹിഷ്ണുതയാൽ നിറയണം. വേണ്ടേ? ഇതിനാലൊക്കെ നിറഞ്ഞു വരണം. ഒറ്റ ദിവസം കൊണ്ട് നിറയ്ക്കുന്നതാണോ? നമ്മളൊക്കെ ഈ കുപ്പിയിൽ വെള്ളം എടുക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് 1 ലിറ്ററിന്റെ കുപ്പി നിറച്ചങ്ങ് എടുക്കുന്ന പോലെയുള്ള പരിപാടിയാണോ ഇത്? അല്ല. ദിവസം പ്രതി നമ്മൾ കർത്താവിന്റെ കൂടെ ചേർന്ന് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കൂടെ ചേർന്ന് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവെന്ന വ്യക്തിക്ക് ഒരു സ്വഭാവമുണ്ട്. പരിശുദ്ധാത്മാവെന്ന വ്യക്തിക്ക് ചില കഴിവുകളുണ്ട്. അത് നമ്മിലൂടെ വെളിപ്പെടാൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ കൃപാവരങ്ങളും ഫലവും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്നെ ടേക്ക് ഓവർ ചെയ്യുന്നെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? എന്റെ ആ ഒരു കൺട്രോളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കും, അല്ലേ? അങ്ങനെ നമ്മളെ താഴ്ത്തി, അല്ലെങ്കിൽ എന്തോ പറയുക, നമ്മളെ അതിജീവിച്ച് താൻ മുന്നിലേക്ക് വരുന്ന ഒരവസ്ഥ. അപ്പൊ എനിക്ക് എന്റേതായ കുറെ സ്വഭാവങ്ങളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്, ശരിയല്ലേ? എനിക്ക് എന്റേതായ രീതികളുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങൾ, ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ നിങ്ങളിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങും. സ്നേഹം വെളിപ്പെടും, സന്തോഷം വെളിപ്പെടും, സമാധാനം വെളിപ്പെടും, ഇന്ദ്രിയ ജയം വെളിപ്പെടും. അതിനാരും നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അകത്തിരുന്ന് ഒരാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതാണ് സ്പിരിച്വൽ ഗിഫ്റ്റ്. വേണം എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം. ഹല്ലേലൂയ. അന്യഭാഷകൾ വേണം. കർത്താവിനോട് സംസാരിക്കണം. എന്താണ് ദൈവം പറയുന്നതെന്ന് മനസ്സിലാക്കണം. പ്രവചനപരം അത് കഴിയുമ്പോൾ വർക്ക് ചെയ്യും. അപ്പോഴേ അറിയത്തുള്ളൂ കർത്താവ് എന്താണ് സംസാരിക്കുന്നത്. അന്യഭാഷ വ്യാഖ്യാനിച്ച് വരുമ്പോൾ അത് പ്രവചനമായി. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ വചനം വേണം. ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് വേണം. പരിജ്ഞാനത്തിന്റെ വചനം വേണം നമുക്ക്. കർത്താവ് എന്താണ് ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒരാള് നമ്മളോട് സംസാരിച്ചാൽ ഡിസേൺ ചെയ്യണം. ഏത് സ്പിരിറ്റിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന്. വേണ്ടേ? ഇതെല്ലാം ഇല്ലാതെ ഒരു ദൈവവേദനയിൽ പറ്റുമോ? പറ്റത്തില്ല. ഇതെല്ലാ ഗിഫ്റ്റുകളും നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്തെങ്കിലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് അത് നൽകി തരും. നമ്മൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും യേശുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. ഹല്ലേലൂയ. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:15 ഒന്ന് വായിക്കൂ. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, 4:15 നോക്കൂ. ഞാൻ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ഇടയാകും. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. എല്ലാ വാക്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് വായിച്ചു തരുവാ ഞാൻ. എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന തലയോളം നമ്മൾ സകലത്തിലും വളരണം. നമ്മുടെ സ്വഭാവം കൊണ്ട് ദൈവത്തെ പോലെ വളരണം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ദൈവത്തെ പോലെ വളരണം. ശരിയല്ലേ? എല്ലാ അർത്ഥത്തിലും നമ്മൾ ദൈവത്തെ പോലെ വളരണം. ദൈവത്തിന്റെ മക്കൾ, എൻ്റെ മക്കൾ എന്നെ പോലെ വളരണമെന്നല്ലേ ഞാൻ തീരുമാനിക്കുള്ളൂ? അതോ മരത്തെ ചാടി നടക്കുന്ന കുരങ്ങനെ പോലെ വളരണമെന്നാണ്? ചേടാ, കഴുതക്കുട്ടിയെ ജന്മം കൊടുക്കുന്നു. ശരിയല്ലേ? പൂച്ചക്കുട്ടിയെ പോലെ അത് പഠിപ്പിക്കത്തുള്ളൂ. ദൈവത്തിന്റെ മക്കളെ ദൈവത്തെ പോലെ വളരണമെന്നല്ലേ ആഗ്രഹിക്കത്തുള്ളൂ? ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എൻ്റെ മകൻ എന്നെ പോലെ ഇരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
എന്നാൽ പിശാച് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവന്റെ സാദൃശ്യവും സ്വരൂപവും ഞാൻ കംപ്ലീറ്റ് മാറ്റിത്തരാം. സൃഷ്ടിച്ചതല്ലേ, രാജാക്കന്മാരാക്കാൻ പോയല്ലേ, എന്നാലും ഞാൻ സാദൃശ്യവും സ്വരൂപവും കംപ്ലീറ്റ് മാറ്റി ഇവനെ നരക കുഴിക്കത്തിടുന്ന പരിപാടി ഞാൻ ഏറ്റു. അതാണ് പിശാചിന്റെ പദ്ധതി. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? എന്നെ പോലെ എൻ്റെ കുഞ്ഞ്, എന്നെ പോലെ എൻ്റെ കുഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഭൂമിയിൽ തന്നെ അപ്പൻ അല്ലെങ്കിൽ അമ്മയെ പോലെ അല്ലേ മക്കളിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ചായ മിക്സ് ആയിരിക്കും. കർത്താവ്, ഞാൻ ആലോചിക്കും, ഇത്രയും വലിപ്പമുള്ള മുഖത്തിനകത്ത് ഇത്രയും വെറൈറ്റി ദൈവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ആലോചിച്ചു പോകും. ഒരാളെ പോലെ ഒരാളെ കണ്ടുപിടിക്കാൻ പാടാണ്. ഇരട്ടകളായ പോലും അവർക്കും വ്യത്യാസമാണ്. അത് അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ സ്വഭാവം ദൈവത്തെ പോലെ മാറണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തെ പോലെ ആവണം, നമ്മുടെ മുഖം കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി മാറണം. നമ്മുടെ കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മുടെ പ്രതിബിംബം അല്ലേ കാണുന്നത് കണ്ണാടിയിൽ, അതുപോലെ ദൈവത്തിന്റെ തേജസ് നമ്മളിൽ പ്രതിഫലിക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊക്കെ? നിങ്ങൾ ആരും ആഗ്രഹിച്ചില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കണ്ട, ആഗ്രഹിച്ചാൽ കർത്താവ് അത് തരും. അതുകൊണ്ട് ആരും ആഗ്രഹിക്കരുത്. ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇപ്പൊ പറഞ്ഞത് തിയറിയാണ്, ഇനി പ്രാക്ടിക്കൽ കാണിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. മൈക്ക് പിടിക്കാൻ പറ്റത്തില്ല, ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. ഗ്ലാസ് എടുത്തോളൂ. ഇതെല്ലാം പഠിപ്പിച്ചിട്ട് വിടുന്നത് നിങ്ങൾ ആരും തെറ്റിപ്പോരുതെന്നുള്ളതുകൊണ്ടാണ്. പ്രാക്ടിക്കൽ കാണിക്കാൻ പോവാണ്. പിടിച്ചു. ഇതൊരു ഉജാലയുടെ ബോട്ടിലാണ്. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത് പുതിയ സൃഷ്ടിയായ മനുഷ്യനായി കാണണം. ഇരുട്ട് കളറിലിരുന്നവനാണ് ഇവൻ. ദൈവത്തിന്റെ ആത്മാവ് ഇവനിലേക്ക് വന്നപ്പോൾ ഇവന്റെ സ്വഭാവം മാറി. ഇവന് പിന്നെ എല്ലാത്തിനെയും വെള്ളയാക്കാൻ കഴിയും. അതുപോലെ ഒരു വെളിച്ചമായി. ഉജാല എന്ന് പറയുന്നത് തന്നെ വെളിച്ചം എന്നല്ലേ അർത്ഥം? ആണോ? ഉജാല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, വെളിച്ചം എന്നാണ് അർത്ഥം. അപ്പൊ ഇവൻ ഒരു വെളിച്ചമായി മാറി. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് സിസ്റ്റർ ഉജാല കുപ്പി സെലക്ട് ചെയ്തു? കർത്താവ് പറഞ്ഞിട്ടാണ്. ഇതെല്ലാം ദൈവം തരുന്ന ഐഡിയ ആണ്. നിങ്ങൾ നിസ്സാരമായി കണ്ടാലും അത് അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ എൻ്റെ ആത്മാവ് വെളിച്ചം കണ്ടു. ഇത് എൻ്റെ സോളാണ്. ഈ ഗ്ലാസ്സിലെ വെള്ളത്തിനോട് ഞാൻ ഉപമിച്ചിരിക്കുകയാണ്. ആത്മാവ് എന്നിൽ വന്നിട്ടുണ്ട്, എൻ്റെ സോളിനോട് ചേർന്നിരിക്കുക. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കാരണം എന്താണ്? പിശാചിന്റെ കുറെ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഇതാണ്ടേ, ഇത് നമ്മൾ പിശാചായിട്ടൊന്ന് സങ്കല്പിച്ചോട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, പിശാച് ഇതിൽ പിടിമുറുക്കി വെച്ചിരിക്കുക എൻ്റെ സോളിൽ. അവൻ്റെ കുറെ സ്വഭാവങ്ങൾ കിടപ്പുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് പറഞ്ഞേ? പക, പിണക്കം, വിദ്വേഷം, ജാരശങ്ക, ബാക്കി പറ. ദേഷ്യം. അല്ലെങ്കിൽ അതിപ്പോ വായിച്ചു തരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 എടുക്ക്. എല്ലാം വായിച്ചെന്ന് കറക്റ്റ് ചെയ്തിട്ടേ പോകുന്നു. 5 ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, സംശയങ്ങൾ ഭയങ്കര സംശയമോ ചിലർക്ക്. പറ. ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, പക്ഷം പിടിക്കുന്ന പരിപാടികൾ, ഭിന്നത, എല്ലായിടത്തും ഉണ്ട്. അസൂയ, ഒരു രക്ഷയില്ല. അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, മതി, ഇത്ര തന്നെ. അപ്പൊ ഇതെല്ലാം അവന്റെ സ്വഭാവമാണ്. ഇതാണ്ടേ സോളി പിടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, സോളിൽ അവന്റെ പിടി ഇരിക്കുക. ഈ സ്വഭാവങ്ങളൊക്കെ കിടക്കുക. എവിടെ നിന്ന് വരുന്നു ഈ അസൂയ? ഒരാൾ നല്ല രീതിയിൽ പോകുന്ന കണ്ടാൽ കർത്താവ് അവനെ അനുഗ്രഹിച്ചതിനായി നന്ദി എന്ന് ആരും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. ഇവൻ എവിടെ നിന്നാണോ ഈ കള്ളത്തരം എല്ലാം കൊണ്ടുവന്നത്? ഇവൻ എവിടെ നിന്നോ ആവശ്യമില്ലാത്ത കാശുകൾ കിട്ടിയിട്ടുണ്ട്. അല്ലെ, അവൻ എങ്ങനെയാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്? അവൻ അവരുടെ ആരോ കാശ് അടിച്ചു മാറ്റിയാണ് ഇങ്ങനെയൊക്കെ ആയത്. ഇങ്ങനെയൊക്കെ പറയുന്നവര്. ഞാൻ പറയും, നിങ്ങൾ ഇതുവല്ലതും കണ്ടോ? ഇല്ല. എന്നാലും ഇതെങ്ങനെ വരുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന്? അസൂയ. കൊച്ചു കുഞ്ഞുങ്ങള്, മോള് വന്നപ്പോ മോൻ മടിയിരിക്കുന്നത് അവൾക്കൊരു വിഷമമാണ്. എങ്ങനെ വന്ന്? അവളെ ഞാൻ പഠിപ്പിച്ചോ?
അസൂയ പഠിപ്പിച്ചു. ഇതെവിടെ നിന്ന് വരുന്നു? ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഓപ്പണായിട്ട് പറയാം, എൻ്റെ കുഞ്ഞിനെ വെച്ച് പറയുന്നതുകൊണ്ട് ദോഷമില്ലല്ലോ. സ്വാഭാവികമായിട്ട് അവൾക്ക് ഉണ്ടാവുകയാണ്, ആ ചേട്ടൻ വടി ഇരിക്കുമ്പോൾ എനിക്കും കൂടെ ഉടനെ ഇരിക്കണം. കൊച്ചു പിള്ളേർ കണ്ടിട്ടില്ലേ ടോയ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത്? ഈ അസൂയ എന്നുള്ള സ്വഭാവം എവിടെ നിന്ന് വരുന്നു? ഇത് നമ്മൾ ജനിക്കുമ്പോൾ കൂടെ നമ്മുടെ സ്വത്തായിട്ട് ആദം തന്നിട്ട് പോയതാണ് ഈ സ്വഭാവങ്ങളെല്ലാം. അപ്പോ നമുക്കിത് മാറ്റണ്ടേ? മാറാനായിട്ട് എന്തോ ചെയ്യണം. ഇതെല്ലാം ഇപ്പൊ പറഞ്ഞിട്ടേ വിടൂ. ഇപ്പൊ ഈവൻ പിശാചിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങള് നമ്മുടെ സോളിലുണ്ട്, സോളുമായിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുവാണ്. പരിശുദ്ധാത്മാവ് വന്നിട്ട് ചെയ്യുന്നത് വിശുദ്ധീകരിക്കുക എന്നുള്ള പ്രോസസ്സാണ്, ശരിയല്ലേ? നമ്മുടെ ഈ സ്വഭാവത്തെ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യണം? മാറ്റണം. അതിന് പരിശുദ്ധാത്മാവിനെ പെനിട്രേറ്റ് ചെയ്യാൻ അനുവദിക്കണം അകത്തോട്ട്. അതിനാണ് ദൈവസന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ഇതെല്ലാം പറയുന്നത്. ക്വയറ്റ് ടൈം വിത്ത് ഗോഡ് ഇരിക്കണം. മനസ്സിലായോ? അന്നേരം അപ്പം പകരും കൃപാദാനങ്ങളും കൃപാവരങ്ങളും ഒക്കെ നേരെയാകാനായിട്ടുള്ളത്. നമ്മൾ ഈ ദൈവത്തോട് ചേർന്നിരിക്കാതെ, ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പ്രവർത്തിക്കാൻ ഒരവസരം കൊടുക്കാതെ ഇതിനെ ഇങ്ങനെ മാറ്റി നിർത്തി ഇങ്ങനെ നമ്മൾ പോകും. പരിശുദ്ധാത്മാവൊക്കെ വന്നിട്ടുണ്ട്, വെള്ളം കളയല്ലേ, പരിശുദ്ധാത്മാവൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അകത്ത്. പക്ഷേ there is no change in our soul. നമ്മളെന്ന് പറയുന്ന വ്യക്തിക്കകത്തേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. നമ്മളിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, അപ്പനോട് അടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം പകരാൻ തുടങ്ങും അകത്തേക്ക്. കണ്ടോ വെള്ളത്തിന്റെ കളർ മാറുന്ന കണ്ടോ? എൻ്റെ സോള് നേരത്തെ പിശാചിനാൽ പിടിക്കപ്പെട്ടിരുന്നു, ഇത്തിരിയൊക്കെ ഒന്ന് അനങ്ങാൻ തുടങ്ങിയതാ ഇത്. എന്നാലും പൂർണ്ണമായിട്ട് പിടിയൊന്നും വിടത്തില്ല. ഇങ്ങനെയാണ് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ നിർജീവമാക്കണം. പിന്നെയും ഞാൻ കുറെ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും ചേർന്നിരിക്കുമ്പോൾ വീണ്ടും ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ദൈവത്തിന്റെ സ്നേഹം പകരുകയാണ്, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ സഹിഷ്ണുത, ആ ഇന്ദ്രിയ ജയം, അപ്പന്റെ ദിവ്യ സ്വഭാവം എന്നിലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വിട്ടെ പകരപ്പെടുന്നു. കളർ മാറുന്നുണ്ടോ വെള്ളത്തിന്റെ? എൻ്റെ സോള് ചേഞ്ച് ചെയ്യുക, ഞാനെന്ന് പറയുന്ന വ്യക്തി മാറുകയാ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. എൻ്റെ ആത്മാവിൽ വന്ന് ചേർന്ന് ഒന്നായി ഞാൻ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുക. ഞാൻ എത്രത്തോളം അപ്പനോട് ചേർന്ന് നടക്കുമോ ഓരോ നിമിഷവും ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് 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 ഞാൻ അപ്പന്റെ സ്നേഹത്തിലും സഹിഷ്ണുതയിലും നിറഞ്ഞ് നിറഞ്ഞ് ഒടുവിൽ ഞാൻ ഈ ഉജാലെ പോലെ ആവും. ശരിയല്ലേ? മുഴുവനും വീണ് കഴിയുമ്പോൾ ഞാൻ ആരെപ്പോലെ ആവും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്വരൂപത്തോട് നീ അനുരൂപപ്പെടും, അമൃത അനുരൂപപ്പെടും. മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? പിശാച് പതിയെ പതിയെ പിടിവിട്ട് ഈ ജഡവും ലോകവും മോഹവും എല്ലാം പോവും. പിന്നെ അത് കാണത്തില്ല നമ്മളിൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് വിളിക്കുന്നത്. അല്ലാതെ വെള്ളം ഇടുന്നതും ആഭരണം മാറ്റുന്നതല്ല. കണ്ണ് തുറന്ന് ഇതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എല്ലാവരും. അത് പുറമേ ഉള്ള വിശുദ്ധീകരണം. അത് നിങ്ങൾ എന്തുവാണോ ചെയ്തോ, എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. നിങ്ങൾ ആഭരണം മാറ്റുകയോ വെള്ളം ഇടുകയോ ചോപ്പിടുകയോ, നിങ്ങളുടെ അകം എന്തായി എന്നാ ചോദ്യം. അകം, നിങ്ങളുടെ സോള് ദൈവത്തോട് അനുരൂപപ്പെട്ടോ? ഇല്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് പുറത്തുള്ള മാറ്റം? ദേഷ്യം ഇരിക്കുക, പക ഇരിക്കുക, പിണക്കം ഇരിക്കുക, അപ്പുറത്തുള്ളവരോട് മിണ്ടത്തില്ല, ഇപ്പുറത്തുള്ളവരോട് മിണ്ടത്തില്ല, അസൂയ, പക, പിണക്കം, വിദ്വേഷം, ദ്വന്ദ്വപക്ഷം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷാഢ്യം, ആടി, പിണക്കം. നിങ്ങൾ ഇന്ന് ശിശുക്കളാണ്. പോലീസ് പറയുക, നിങ്ങൾ ഇന്ന് ശിശുക്കളായിരിക്കെ ആത്മാവിന്റെ ആദ്യ പാഠങ്ങൾ പോലും എനിക്ക് പകർന്നു തരാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് പറ്റും? നിങ്ങൾക്ക് ഇന്നും പാലാണ് വേണ്ടത്, കട്ടിയാഹാരം കഴിക്കാറായിട്ടില്ല. ഇന്നും എല്ലാവരും ശിശുക്കളായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ ആത്മാവിനോട് ചേർന്നിരിക്കുന്നെങ്കിൽ, അതിനെ നിങ്ങളെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസും വില്ലും ഒക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു ഉജാലയായി മാറും, വെളിച്ചമായി മാറുമെന്ന് നിങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. പിശാചിന്റെ പിടി അവൻ തനിയെ വിടും. ആരും പറയണ്ട അവനോട് വിട്ടിട്ട് പോടാന്ന്. നിന്റെ വിശുദ്ധ ജീവിതം കണ്ടാൽ അവൻ അറിയാം, നിന്റെ മാറ്റം അറിയാന്ന്. ഹല്ലേലൂയ. അവൻ തനിയെ പിടിവിടും, തനിയെ വിട്ടിട്ട് പോകും.
ആരും ഒരു വാക്കുപോലും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ആത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഡ്രോപ്പ് വീണതുപോലെ ആയുള്ളൂ. എല്ലാം ആയോ? ഞാൻ ഇല്ല, വർഷങ്ങൾ സംസാരിച്ചു അന്യഭാഷ. അതിനുശേഷമാണ് കർത്താവ് എനിക്ക് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി തരുന്നത്. അന്നേരമാണ് ഡ്രോപ്പ് ബൈ ആയിട്ട് ഞാൻ നിറയാൻ തുടങ്ങിയത് അപ്പന്റെ സ്നേഹത്തില്. പിന്നെ അടുത്ത ലെവലിലേക്ക് ദൈവം എന്നെ ഉയർത്തി. ജ്ഞാനങ്ങളും മർമ്മങ്ങളും വെളിപ്പാടുകളും ഒക്കെ തന്നപ്പോ വീണ്ടും ഞാൻ അപ്പന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ തുടങ്ങി. ലോകത്തിന്റെ സ്നേഹം എന്നിൽ നിന്ന് പിടിവിട്ടു. ലോകത്തിൽ എന്തൊക്കെയോ ആകണമെന്നായി വിചാരിച്ചിരുന്ന അമൃത പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് ലോകത്തിൽ ഒന്നും ആവണ്ട, എനിക്ക് ദൈവരാജ്യത്തിലായാ മതി. ഇന്ന് ഉപദേശിച്ച് നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. ലോകസ്നേഹമൊന്നും ആരും വിടത്തില്ല. ഈ മാറ്റം അകത്ത് വരണം. നിങ്ങൾക്ക് പിടികിട്ടിയോ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടേണ്ടതെന്ന്? ഇതിനേക്കാൾ സിമ്പിളായിട്ട് എനിക്കിനി കാണിക്കാൻ അറിഞ്ഞൂടാ. എനിക്കിനി എക്സ്പെരിമെന്റ് ഇതൊക്കെ കൊണ്ടുവയ്ക്കോ കുഞ്ഞെ. എനിക്ക് ഇതിനേക്കാൾ സിംപ്ലിഫൈ ചെയ്ത് ഇനി പറഞ്ഞു തരാനായിട്ട് പറ്റും. ഇതിനാണ് ആത്മാവിന്റെ വരങ്ങൾ നമുക്ക് വേണ്ടത്. അല്ലാതെ അമൃത സിസ്റ്റർ ഒരു സംഭവമാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. എങ്ങാനും പ്രവചന വരം കിട്ടിയാൽ പിന്നെ അവരങ്ങ് സ്റ്റാർ ആയതുപോലെയാണ്. ഒന്നുമല്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വളരാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പ്രവചനം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കാര്യം അങ്ങ് പ്രവചിച്ച് ഒരു സംഭവമായി മാറാൻ എന്തോ കർത്താവ് തരുന്നതാണെന്ന്. ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് നല്ലപോലെ പഠിപ്പിച്ച് കൂർത്തതെല്ലാം അടിച്ചുടച്ച് കളഞ്ഞ് നല്ല ഉരുളം കല്ലാക്കി എടുക്കും കർത്താവിന് ലക്ഷ്യം വെക്കാൻ കണക്കിന്. അപ്പൊ നമ്മളിലുള്ള എല്ലാ അഹങ്കാരവും എല്ലാവർക്കും ഉണ്ടാവും. അത് കാരണം നമ്മൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. അഹങ്കാരം ഉണ്ടാവും, നമുക്ക് അസൂയ ഉണ്ടാവും, പക ഉണ്ടാവും, അകത്ത് പലരോടും പിണക്കം ഉണ്ടാവും. അതെല്ലാം ദൈവം മാറ്റിയെടുക്കും. നിങ്ങളോട് സ്നേഹത്തിൽ കർത്താവ് സത്യം സംസാരിക്കും. സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്, ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല ദൈവം പറയുന്നത്. നിങ്ങൾ തെറ്റിപ്പോകുന്ന മേഖലകളെ കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും, ഓരോ നിമിഷവും പറഞ്ഞു തരും. നിങ്ങൾ ചോദിക്കണം, അപ്പാ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ എങ്ങനെയെങ്കിലും കർത്താവ് ഇത് പറഞ്ഞു തരും. പറഞ്ഞു തരാതിരിക്കില്ല. കാരണം അപ്പനോട് മക്കൾ ചോദിച്ചാൽ പറഞ്ഞു തരാതിരിക്കുമോ? ഇല്ല. ഞാൻ ചെയ്യുന്ന ഈ കാര്യം ശരിയാണോ? ഇത് തന്നെയാണോ അങ്ങയുടെ തികച്ചുള്ള പദ്ധതി? ഇതെല്ലാം നിങ്ങൾ ചോദിച്ച ശേഷമേ ചെയ്യാവൂ. എന്ത് തീരുമാനമായിക്കോട്ടെ. ഒത്തിരി കാലം കടന്നു പോകുന്നല്ലോ, ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. അബ്രഹാം വിചാരിച്ചതുപോലെ, അബ്രഹാം അല്ലല്ലോ സാറായി വിചാരിച്ചു. ഈ വാഗ്ദത്വമൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ദാസിയെ നിനക്ക് തരാം. അവസാനം ദൈവം പറയാത്ത വാഗ്ദത്വം ഇല്ലാത്ത സന്തതിയൊക്കെ ജനിക്കാനായിട്ട് ഇടയായി. അതുമൂലം പിന്നെ വിഷയങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത് ദൈവം ചെയ്യും. ഇതിപ്പോൾ ഞാൻ പറയാൻ വന്നതല്ല, ആരോടോ ദൈവം പറയുക. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ആത്മാവിനോട് ഈ നാളുകളിൽ ചേർന്നിരുന്നിട്ട് ഓരോ ഡ്രോപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തേജസ്സിലേക്ക് എന്ത് ചെയ്യണം? നിറഞ്ഞു വരുന്നവരായി നിങ്ങൾ തീരണം. ഹല്ലേലൂയ. ഒടുവിൽ നമ്മൾ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. അതാ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി. നമ്മൾ അനുരൂപപ്പെട്ടു വരുമ്പോൾ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ചിലതിനെ ഏൽപ്പിച്ചിട്ട് പറയും, മോനെ നിനക്കുള്ള അസൈൻമെന്റ് ഇത്ര വ്യക്തികളെ നീ മാറ്റണം. ഹല്ലേലൂയ. ഇത്ര കാര്യങ്ങൾ എനിക്ക് വേണ്ടി നീ ചെയ്യണം. ഇത്ര വ്യക്തികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇങ്ങനെ മാറ്റപ്പെട്ടാലേ ദൈവത്തിന് നമ്മളെ ഏൽപ്പിക്കാനും കഴിയത്തുള്ളൂ. മാറാത്ത ഒരുവനെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. പകയും പിണക്കവും വിദ്വേഷവും ഇരിക്കുന്ന ഒരാൾ ശുശ്രൂഷ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് റെജി സിസ്റ്ററിനോട് നിങ്ങൾ ചോദിക്കണം. അനുഭവം പറഞ്ഞു തരും. ഞാൻ ആരെക്കുറിച്ച് പറയത്തില്ല. കാരണം അവരതുപോലെ മുറിയപ്പെട്ടു പോയി ആ ശുശ്രൂഷയിൽ പോയിട്ട്. കാരണം അവരകത്ത് ഇതൊക്കെയാണ് ഇരുന്നത്, സൗഖ്യമാകാത്തത് കൊണ്ട്. നമ്മൾ ദൈവകരങ്ങളിൽ പണിയപ്പെടാതെയും യോഗ്യമായ ഒരു പാത്രമാവാതെയും ശുശ്രൂഷയ്ക്ക് ഒന്നും ഒരിക്കലും ഇറങ്ങരുത്. കാരണം നമുക്ക് ആരെയും പണിയാൻ പറ്റത്തില്ല, അവരെ മുറിക്കാനേ പറ്റൂ. ഇത് മുറിക്കുന്ന പരിപാടിയല്ല, പണിയുന്ന പരിപാടി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മൾ വളരണം, എല്ലാ അർത്ഥത്തിലും വളരണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഈ ലോകത്ത് വളരണം, അല്ലെങ്കിൽ ശാരീരികമായിട്ട് വളരണം. അങ്ങനെ ആയിരിക്കണോ പ്രാർത്ഥന? എന്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥന? ആത്മാവിൽ വളർന്ന് ആരെ പോലെ ആവണം?
ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ ഞാൻ എത്തിച്ചേരണം. അതിൽ പുറമെ മറ്റുള്ളവരെ എനിക്ക് എത്തിക്കണം. ശരിയല്ലേ? മറ്റുള്ളവരെ എന്ത് ചെയ്യണം? എനിക്ക് കർത്താവിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മെനഞ്ഞെടുക്കണം. അപ്പൊ ഞാൻ ആദ്യം മനസ്സിലാക്കണം എന്താണ് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും, എന്നാലല്ലേ അടുത്ത ആളിനെ എനിക്ക് ആ സ്വരൂപത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. ശരിയാണോ? അല്ലേ? എന്താണ് ദൈവത്തിന്റെ ഹൃദയമെന്നോ മനസ്സെന്നോ എന്താണ് ദൈവമെന്നോ ഞാൻ ആഴത്തിൽ അറിയാതെ മറ്റുള്ളവനോട് എനിക്ക് എങ്ങനെ ആ ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ ആ ദൈവസ്നേഹത്തെ അനുഭവിക്കാതെ ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഞാൻ ആദ്യം ആ സ്നേഹത്തെ അനുഭവിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്കാദ്യം ആ സ്നേഹം അനുഭവിക്കാനായി കഴിയട്ടെ. ഞാൻ ആ സ്നേഹം അനുഭവിച്ചിട്ട് എൻ്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൽ മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോഴുണ്ടല്ലോ അവർ മാറും. ഹല്ലേലൂയ. അങ്ങനെ മാറ്റാൻ പറ്റത്തുള്ളൂ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല ഇതൊന്നും. എന്നാൽ കുറച്ച് ക്ഷമ ഞാൻ അങ്ങ് ഇന്നോട്ട് പരിശീലിക്കാൻ പോവുകയാണ്. നിങ്ങൾ കുറേയൊക്കെ അടക്കി വെക്കും. നിങ്ങൾ ഈ സ്പ്രിങ് കണ്ടിട്ടുണ്ടോ? സ്പ്രിങ് ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും കുറേ നേരം. നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾ പിടിച്ചു വെക്കാൻ നോക്കിയാൽ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത് പൊങ്ങി വരും. ഇതാണിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഇതിനെയൊക്കെ പിടിച്ചടക്കി വെക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ പറ്റത്തില്ല. ഒരിക്കൽ അമ്മച്ചി ഉണ്ടായിരുന്നു, ഒരു അമ്മച്ചി എപ്പോഴും ചീത്ത പറയുന്ന ഒരു അമ്മച്ചിയാണ്. പക്ഷെ മറ്റുള്ളവരെ കാണുമ്പോൾ ചീത്ത പറയില്ല, വീട്ടിൽ മാത്രം ചീത്ത പറയും. നല്ല അമ്മച്ചിയല്ലേ? പോട്ട്. അപ്പൊ അമ്മച്ചി ഇങ്ങനെ ചീത്ത പറയുമായിരുന്നു. അപ്പൊ ആരെങ്കിലും നല്ല ഈ മകന്റെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ ആ മകൻ നേരത്തെ പറഞ്ഞേക്കും, അമ്മ വെളിയിൽ ഇറങ്ങല്ലേ, കാരണം അമ്മയുടെ വായിൽ നിന്ന് ഇതൊക്കെയല്ലേ വരുന്നത്, അമ്മയെ പൂട്ടി അകത്ത് വയ്ക്കും. മനസ്സിലായല്ലോ? അമ്മ ഒന്നും പറയത്തില്ല. പിന്നെ മാനേജർ വന്നുകൊണ്ട് എൻ്റെ മോൻ നല്ലതാണ്, അവനെ പോലൊരു പാവം ഈ ലോകത്തില്ല. അമ്മച്ചി സപ്പോർട്ട് ചെയ്തൊക്കെ മോനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരിക്കലും ഒരു പ്രശ്നം പറ്റി. അമ്മച്ചിയുടെ തലയിൽ ഒരു തേങ്ങ വീണു. അപ്പൊ സുബോധം നഷ്ടപ്പെട്ടു. പിന്നെ അമ്മച്ചി എപ്പോഴും ആ സ്വഭാവം തന്നെ. മാനേജർ വന്നാലും അവനെ ചീത്ത, ബോസ് വന്നാലും ചീത്ത വിളി. കാരണം ഈ സ്വഭാവം യഥാർത്ഥത്തിൽ ഇതല്ലേ അകത്തിരിക്കുന്നത്. ഈ അടക്കി വെക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാ അല്ലേ? നമ്മുടെ സ്വഭാവത്തെ പിടിച്ചു വെക്കുന്നത്. ഈ മാനസിക നില തെറ്റിയാ പിന്നെ വല്ലോ ഇരിക്കും. ശരിക്കുള്ള സ്വഭാവം അതാണ് അമ്മച്ചിയുടെ. അതുകൊണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ ഈ സ്വഭാവത്തെ അടക്കി വെക്കാനും കടിച്ചു പിടിക്കാനും ഒന്നും നോക്കരുത്. അതൊരു അവസരം കിട്ടുമ്പോൾ അത് പൊങ്ങി വരും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആത്മാവിനാൽ പറ, ആത്മാവിനാൽ എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ മരിക്കണം. എൻ്റെ പ്രയത്നത്താലല്ല മരിക്കേണ്ടത്. എങ്ങനെ മരിക്കണം? പരിശുദ്ധാത്മാവിനാൽ. അതെ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ മരിക്കണം. ഹല്ലേലൂയ. അത് ആത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ആ വചനം എഴുതുമോ? ഇല്ല. അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഒരു ക്വാളിറ്റി, സ്നേഹം എനിക്കുണ്ടായിരുന്നില്ല, സന്തോഷം എനിക്കുണ്ടായിരുന്നില്ല, സമാധാനം എനിക്കുണ്ടായിരുന്നില്ല, ക്ഷമ എന്ന് പറയുന്ന സാധനം എൻ്റെ ഡിക്ഷണറി പോലും ഉണ്ടായിരുന്നില്ല, ദയ ഇല്ലായിരുന്നു, ആരെയും സഹായിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു, പരോപകാരം. ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എല്ലാവരെയും സഹായിക്കണം. സഹോദരൻ എന്നോട് പറഞ്ഞു, എല്ലാവരെയും സഹായിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിയാമോ? അകത്തുള്ള ആത്മാവിന്റെ ഫലമാണ് പുറത്തു വന്നത്. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ, വിശ്വസ്തത, മറ്റുള്ളവരോട് വിശ്വസ്ത പുലർത്തുന്ന അവസ്ഥ, ഒരു കള്ളവും പറയാതെ കാപട്യവും പറയാതെ വിശ്വസ്ത പുലർത്തുന്നു. എന്തുകൊണ്ട് വിശ്വസ്ത പുലർത്തുന്നു? നമ്മൾ ആ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടാ. കാരണം അവരറിയോന്നല്ല എനിക്ക് സംശയം തോന്നുന്നു. എൻ്റെ അപ്പൻ അറിഞ്ഞാൽ അപ്പന് സങ്കടം വരില്ലേ? എൻ്റെ അപ്പനെ എനിക്ക് എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും? എൻ്റെ ഡാഡി ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷം ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കൂടെ സ്നാനപ്പെട്ട് സന്തോഷത്തോടെ ആയിരിക്കുന്നു, മകൾ പറയുന്ന കേട്ടുകൊണ്ടിരിക്കുക. എൻ്റെ അപ്പനോട് എനിക്ക് ഒരു കള്ളവും പറയാൻ തോന്നില്ല. കാരണം എനിക്ക് പറ്റില്ല. ഭൂമിയിൽ അപ്പനോട് പറയാൻ പറ്റിയില്ലെങ്കിൽ സ്വർഗത്തിലെ അപ്പനോട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ചോദിക്കാം. ഭൂമിയിൽ അപ്പനോട് എനിക്ക് തോന്നില്ല കള്ളം പറയാനായിട്ട്. സ്വർഗത്തിലെ അപ്പനോട് നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഒന്നും പറ്റില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ വിശ്വസ്ത പുലർത്തും. അത് നമ്മുടെ സ്വഭാവമായി രൂപാന്തരപ്പെടും. കാരണം എന്നോട് എപ്പോഴും ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തേലും തെറ്റ് ചെയ്യാ, എന്താണത് എന്ന് ചോദിക്കാൻ ഒരാളകത്ത്, ചെയ്തത് ശരിയായില്ലെന്ന് പറയാൻ. കൊച്ചു പിള്ളേരാരെയും കാണാതെ വന്ന് മിഠായിയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോൾ ആരാന്ന് ചോദിച്ചാൽ അവനോട് ഇട്ടിട്ട് അപ്പൊ ഓടിക്കളയും. അപ്പൊ അവന് കുറ്റമാണെന്ന് അറിഞ്ഞിട്ടും ചിലത് ചെയ്യാൻ ശ്രമിക്കുവാണ്. അന്നേരം വിലക്കാൻ ഒരാൾ ഹൃദയത്തിൽ ഇരുന്നാലുണ്ടല്ലോ, വേദനിക്കോ പരിശുദ്ധാത്മാവിനെന്ന് പേടിച്ച് ഞാനത് ചെയ്യും. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ വളർന്നു വരുന്നത് മെച്യൂരിറ്റിയിലേക്ക്. അല്ലാതെ ഇത് ഭീഷണിപ്പെടുത്തി നീ അത് ചെയ്താൽ നീ നരകത്തിനകത്ത് വീഴും. അപ്പൊ അവൻ പേടിച്ചിട്ട് ഈ സ്വഭാവം അടക്കി വെക്കും. ഇവൻ മാറില്ല. അതായിരുന്നു ന്യായപ്രമാണം ചെയ്തുകൊണ്ടിരുന്നത്.
മനസ്സിലായോ? ന്യായപ്രമാണ അക്ഷരങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവന്റെ സ്വഭാവത്തെ അടക്കി വെച്ചു. ഈ സ്പ്രിങ്ങിനായിട്ട് പിടിച്ചു വെക്കുന്ന പോലെ ഇടയ്ക്കെങ്ങാനും അവസരം കിട്ടിയാൽ പൊങ്ങി വരും. പക്ഷെ നിയമം കിടക്കുക. മാർട്ടിൻ ഫ്രീ മാർക്കറ്റിൽ പോകുമ്പോൾ പലർക്കും കൊണ്ട് സാധനങ്ങൾ അടിച്ചു മാറ്റി പോക്കറ്റിലിടണമെന്ന്. ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ക്യാമറയുണ്ട്, പൊക്കും, എടുക്കണ്ട. അപ്പൊ ഇവന്റെ ഉള്ളിൽ എന്തുണ്ട്? ആഗ്രഹം കിടക്കല്ലേ. നിയമം ഇരിക്കുന്നോണ്ട് അടിച്ചു മാറ്റാൻ പറ്റില്ല. അതുപോലെ ആവരുത് നമ്മൾ. നിയമം വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കരുത് നമ്മളെ. ആത്മാവിൽ നയിക്കപ്പെടണം. അതാ പറഞ്ഞത്, ആത്മാവിനെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെട്, അതിനനുസരിച്ച് നടക്ക്. അപ്പൊ ഇവിടെ കേൾക്കുന്നുമില്ല, ഒന്നുമില്ല. ആത്മാവുണ്ടോ? പിന്നെ കേൾക്കുന്നുണ്ടോ? ഇതിനാണ് ആത്മവരങ്ങൾ വേണ്ടത്, സ്പിരിച്വൽ ഗിഫ്റ്റ് വേണ്ടത്. നമുക്കെല്ലാം ദൈവത്തിൽ നിന്ന് അറിയണം. ഇതൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എന്തിനാണ് സ്പിരിച്വൽ ഗിഫ്റ്റ് വേണ്ടതെന്ന് അടുത്ത ദിവസങ്ങളിൽ പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തോടും അനുരൂപപ്പെടുത്തി എടുക്കും വരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഒരു യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ എന്തോരം കാര്യങ്ങൾ ചെയ്തു. നമ്മളെല്ലാം ആ സാദൃശ്യത്തിലൊന്നും മാറിയാലോ പിശാചിന്റെ കിങ്ഡത്തെ നമുക്ക് തകർത്തൂടെ? നിങ്ങൾ റെഡിയാണോ? സഹോദരൻ എന്തു പറയുന്നു? ഇത് വല്ലതും നടക്കുമെന്നാണോ? ഡിസ്ട്രാക്ഷൻ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നല്ലൊരു ചോദ്യമാണ്. പറഞ്ഞുതരാം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഡിസ്ട്രാക്ഷൻ മൈക്ക് വേണം. ഈ മൈക്ക് ഇനി മാറ്റണം. മറ്റേ ഈ ഉയറില്ലാത്ത മൈക്കാക്കിയ കൊള്ളാം. ചുമ്മാ ഓരോ തോന്നലുകൾ. പോട്ടെ. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് പ്രയാസമാണ് എടുത്തെടുത്ത് പിടിക്കാനായിട്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം മനസ്സിൽ ഒത്തിരി ചിന്തകൾ കൊണ്ടിടും. പഴയ കാലങ്ങൾ വരും, പിന്നെ പ്രസന്റ് വരും. ഇനി ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമോ പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ വ്യക്തിയുടെ ഫേസ് തന്നെ വരും. കറക്റ്റ് അല്ലേ? ഫേസ് വരും. അയ്യോ, ഇതെന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഫേസ് വരും. ആരോടെങ്കിലും ഒരു പകയോ കയ്പോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫേസ് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ അതെല്ലാം യാഗപീഠത്തിന്മേൽ വെച്ചിട്ട് ആദ്യം അവനോട് പോയി നിരന്നിട്ടോ. മനസ്സിലായോ? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടേ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാം. പിന്നെ ആ വ്യക്തിയുടെ ഫേസ് വരരുത്. ആദ്യം കർത്താവിനോട് പറയണം, അപ്പ ആ വ്യക്തിയോട് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയെ പറ്റി ഞാൻ റോങ് ആയിട്ട് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണേ. ആ വ്യക്തിയോട് ഞാൻ വേണ്ടാത്തത് പറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും ആ വ്യക്തിയുടെ ഭാഗത്ത് കുറ്റം കാണാം, നമ്മുടെ ഭാഗത്തും കുറ്റമുണ്ട്. ശരിയല്ലേ? ഉണ്ട്. നമ്മുടെ ഭാഗത്തും കുറ്റമുണ്ട്. നമ്മളെല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിന് എവിടെയോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ആദ്യം നിരപ്പ് പ്രാപിക്കുക. ശേഷം ആ വ്യക്തിയെ കണ്ട് ക്ഷമ ചോദിക്കുക. അയാൾ നിങ്ങളോട് ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാം. നിങ്ങൾ ക്ഷമ ചോദിക്കണം. നിങ്ങൾ എത്ര വേദനിപ്പിച്ച വ്യക്തി ആയിക്കോട്ടെ, യേശുവിൻ നാമത്തിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് ഒരു പിണക്കവും ഇല്ല. ആ വ്യക്തി ചിലപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകുമായിരിക്കും. അത് നിങ്ങളുടെ വിഷയമല്ല. മനസ്സിലായോ? എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുള്ളവരുണ്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയം വന്നപ്പോൾ സ്വന്തം സഹോദരിയെ പോലെ നിന്നവര് ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ പലിശ കൊടുത്തുകൊണ്ടിരുന്ന പല കടക്കാരുടെ അടുത്ത് പോയി പറഞ്ഞു, അവർ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പലിശ വാങ്ങല്ലേ, നിങ്ങൾ ഓടിപ്പോയി മുതൽ വാങ്ങിച്ചോളുക. പലിശ കൊടുത്തുകൊണ്ടിരുന്ന നമ്മളെ പെട്ടെന്ന് മുതൽ വേണമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി വന്നപ്പോൾ ഞാൻ ഭാരപ്പെട്ടു പോയി. എനിക്ക് പെട്ടെന്ന് ആ സഹോദരിയോട് ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് എപ്പോൾ പ്രാർത്ഥിക്കായിരുന്നാലും എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവും. ഇവരെ ഈ കാര്യം ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ അപ്പനോട് ക്ഷമ പറഞ്ഞു, കർത്താവേ, ശരിക്കും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിൽ. അപ്പോൾ ഞാൻ ആ മോശമായിട്ട് ചിന്തിച്ചു പോയത് എന്നെ ക്ഷമിക്കണം. ഞാൻ പിന്നെ അവരോട് ക്ഷമ പറഞ്ഞു. ശരിക്കും അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ അങ്ങനെ ഒരു വിദ്വേഷം എൻ്റെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവരോട് ക്ഷമ പറഞ്ഞു, ഇങ്ങനെ ഒരു വിദ്വേഷം ഇങ്ങനെ കീപ്പ് ചെയ്തിരുന്നതിനാൽ സോറി. ദേവദാസ് അങ്ങനെ പറയാം കേട്ടോ. ഇങ്ങനെ അറിയാതെ എൻ്റെ ചിന്തകളാൽ നിങ്ങളെ ഞാൻ തള്ളിപ്പറഞ്ഞതിന് അല്ലെങ്കിൽ മോശമായി വിചാരിച്ചതിന് സോറി എന്ന് പറയുമ്പോൾ അവിടെ തീരും. പിന്നെ പിശാച് അത് കളിക്കത്തില്ല. മനസ്സിലായി? അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കെതിരായി കേസ് കൊടുത്ത വ്യക്തികളുണ്ട്. അവരുടെ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞതുകൊണ്ട് എനിക്കെതിരായി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത വ്യക്തികളുടെ വീട്ടിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മളെ പറ്റിച്ച ഒരാളുണ്ട്, റിയൽ എസ്റ്റേറ്റിന്റെ, അറിയാന്നുള്ളവർക്ക് അറിയാം, പേരൊന്നും ഞാൻ പറയില്ല.
ഇവിടെ ഇരിക്കുന്നവർക്ക് ഒത്തിരി പേർക്കറിയാം, ചേച്ചിക്കറിയാം, ഡാഡിക്കറിയാം, അങ്കിളിനറിയാം, ആൻറ്റിക്കറിയാം, കുറച്ച് പേർക്കറിയാം. പേര് പറയില്ല. ആ വ്യക്തിയെ പറ്റി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പറ്റിച്ച ഒരാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ 50 ലക്ഷത്തിലധികം രൂപ ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പറ്റിച്ച് 1 കോടിയോളം രൂപ കടക്കാരനാക്കിയ ഒരു വ്യക്തി. നമ്മുടെ വീടും നമ്മുടെ കാറും എല്ലാം അയാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. ഒന്നും നമുക്കിപ്പോൾ ഇല്ല, സർവവും ആ വ്യക്തി കൊണ്ടുപോയി. ആ വ്യക്തിയുടെ വീട്ടിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു, സുവിശേഷം പറഞ്ഞു, അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ഇനി പോയി പ്രാർത്ഥിക്കരുത്. സുവിശേഷം പറഞ്ഞു, നീ അവനെ സ്നാനപ്പെടുത്തിയെങ്കിലും മതി, ഇതോടെ നിർത്താൻ പറഞ്ഞു കർത്താവ്. കാരണം ആ വ്യക്തി നമുക്കെതിരെ ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ കാശ് ചോദിച്ച് ചെല്ലരുത്. ശരിക്കും പറഞ്ഞ അങ്ങനെ നമ്മൾ ഉപദ്രവിച്ചിട്ട് പോലുമില്ല അയാൾ. പക്ഷെ അദ്ദേഹം നമുക്കെതിരെ നേർച്ചകളും പൂജകളും, സ്നാനപ്പെട്ട വ്യക്തിയാണ്, നിങ്ങൾ ഓർക്കണം. നമ്മൾ സുവിശേഷം പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി നമ്മുടെ കൂടെ വന്ന്, ചേച്ചി സ്നാനപ്പെട്ടപ്പോഴല്ല, അല്ല, വേറെ ഡാഡി സ്നാനപ്പെട്ടപ്പോഴാണ് സ്നാനപ്പെട്ടത്. അതെ, ആ വ്യക്തി ഞങ്ങളുടെ കൂടെ സ്നാനപ്പെട്ടു. അപ്പോൾ ആ ഒരു ഹൃദയം എനിക്ക് തന്നില്ലേ ആ മനുഷ്യനോട് ക്ഷമിക്കാൻ? ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ വ്യക്തിയോട് ഞങ്ങൾ രണ്ടുപേരും പോയി നിരക്കുകയും നമ്മുടെ ഭാഗത്ത് തെറ്റല്ല, അദ്ദേഹത്തോട് നമ്മൾ എന്ത് ചെയ്തു? ക്ഷമിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സുവിശേഷം പറഞ്ഞു, അദ്ദേഹം വിശ്വസിച്ചു. നമ്മൾ പോകുന്നിടത്ത് കൂടെ ആരാധനയ്ക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ മുടങ്ങാതെ പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ വന്നു പോയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു മാനുഷികമായിട്ട്. അയാൾ നമ്മളെ പറ്റിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഒത്തിരി സ്നേഹത്തോടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വേണ്ടി നന്മകൾ വരട്ടെ, വഴികൾ തുറക്കട്ടെ, എവിടാണോ വീണ് പോയത് അവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. സങ്കടത്തോടെ പ്രാർത്ഥിച്ച ഒരു ദിവസം കർത്താവ് പറയുകയാണ്, നീ പ്രാർത്ഥിക്കരുത്. പിന്നാണ് മനസ്സിലായത് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം, അദ്ദേഹം നമ്മളെ പറ്റിക്കുകയായിരുന്നു. മനസ്സിലായി? പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വിഷമോ, കാരണം പ്രാർത്ഥിച്ചില്ലെങ്കിലേ അയാൾക്ക് കാശ് കിട്ടത്തില്ലല്ലോ. കിട്ടിയാലല്ലേ നമുക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ഒരു ദേവദാസൻ വന്നപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ഞാനും കൂടെ പറഞ്ഞു, ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ദേവദാസനെ അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ ഒരു അക്ഷരവും നമ്മൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ അവനെ കൈവിട്ടിരിക്കുന്നു. ചേടാ, സ്നാനപ്പെട്ട ആള്, അതിന് റീസൺ ഉണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും, കാശ്, നമ്മൾ കൊടുത്ത കാശുകളൊക്കെ കിട്ടി അദ്ദേഹം ചെയ്യുമ്പോഴും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും, അദ്ദേഹം ലാവിഷായിട്ട് ജീവിക്കുമ്പോഴും, ഹല്ലേലൂയ, അദ്ദേഹം ഓരോരോ കള്ളം പറഞ്ഞ് ചേട്ടനെ കൊണ്ട് പലിശയ്ക്ക് കാശെടുപ്പിച്ച് ആർഭാടത്തോട് ജീവിക്കുമ്പോൾ ഞങ്ങൾ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ, സത്യം. കൈ നീട്ടിയ ദിവസങ്ങൾ. അപ്പനും ചേട്ടന്റെ അമ്മയും ഇല്ലാതിരുന്നെങ്കിൽ ഞങ്ങൾ കുടുംബത്തോടെ പട്ടിണി കിടക്കും. അത്ര വേദനയിലാക്കിയ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ എൻ്റെ അപ്പനെനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയാവൂ, ആ വ്യക്തിക്ക് ഇനി ഒരിക്കലും കാശ് തരാനായിട്ട് കഴിയത്തില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ച ഇരട്ടിയുടെ പണം ഇന്ന് അയാൾ ക്യാൻസർ സെന്ററിൽ കൊടുക്കുക. ക്യാൻസറാ, ആരെ അറിയിക്കാതെ ട്രീറ്റ്മെന്റാ. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നപ്പ, മനസ്സാന്തരം കൊടുക്കുക. സ്നാനപ്പെട്ടതല്ലയോ, പക്ഷെ ദൈവം വിട്ടതാ. ഒന്നും ചെയ്യാൻ പറ്റില്ല. സങ്കടം എനിക്ക്. എന്തോ ചെയ്യാനാ? സ്നാനപ്പെട്ട മനുഷ്യനല്ലേ, നിത്യതയിലെത്തോ. പക്ഷെ എനിക്കറിയാം ക്യാൻസർ ആയതുകൊണ്ട് കീമോ എടുത്തോണ്ടിരിക്കുവോ. കീമോയ്ക്ക് രക്ഷിക്കാൻ പറ്റുമോ? അയാൾ തിരിഞ്ഞു വന്നാൽ അയാൾ രക്ഷപ്പെടും. പക്ഷെ കാശൊന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. അതിലൊന്നും എനിക്ക് ഭാരമില്ല. എനിക്ക് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള വേദന എൻ്റെ അകത്ത്. അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കൂടെ ദൈവത്തോട് കളിച്ചാൽ സൂക്ഷിച്ചു കളിക്കാം. ദൈവമക്കളോട് കളിച്ചാൽ അവർ ക്ഷമിച്ചാലും കർത്താവ് ചിലപ്പോൾ ക്ഷമിക്കത്തില്ല. അങ്ങനാണ്. അതുപോലെ കണ്ണുനീര് വീണിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആ വ്യക്തിയെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ നോവിച്ചിട്ടില്ല. ഹസ്ബൻഡ് ഒരിക്കൽ പോലും കാശ് തരാൻ കഴിയുമെന്നല്ലാതെ കാശ് തരണമെന്ന് പറഞ്ഞിട്ടില്ല. മുമ്പേ അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. ഇന്ന് പറയും, ഞാൻ അവരോടൊന്നും കൈ നീട്ടില്ല, ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ അപ്പൻ തരും, എനിക്കത് മതി എന്ന് പറയും. അദ്ദേഹം അങ്ങനെ പറയും. നമ്മൾ അവിടെ കുടുംബമായിട്ട് പോകുമ്പോൾ ആ വ്യക്തിയെ കാണും. വീട് ഇതുപോലെ കടത്തില, ജപ്തിയുടെ പേപ്പർ വരുന്നുണ്ട്. ഇവിടെ ആരാധന നടക്കുമ്പോൾ കടക്കാരൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് സഹായിച്ചാൽ നമ്മളൊന്ന് അടച്ചു വെക്കുമായിരുന്നു, ഇങ്ങനെ പറയും. ആ സമയത്ത് അയാളെ ഭാര്യ മുന്നിലേക്ക് വന്നിട്ട് പറയും, ആ വ്യക്തി ഇല്ലെന്ന് പറയും.
നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് ആ വ്യക്തി ആ മതിലിന്റെ സൈഡിൽ കൂടെ പിറകുവശത്ത് മാറിക്കളയുന്നത്. നമ്മൾ മിണ്ടാതെ തിരിച്ചു വരും. നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഓർക്കണം. നമ്മൾ കണ്ടു ആ വ്യക്തി അവിടെ നിൽക്കുന്നത്, പക്ഷെ എന്ത് പറയും? ഇല്ല എന്ന് പറയും. അദ്ദേഹം പല കാര്യത്തിനും കാശ് ചെലവാക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു, വളരെ നന്നായിട്ട് നടക്കുന്നത് അറിഞ്ഞു. നമ്മൾ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഞാൻ സ്തോത്രം പറഞ്ഞു, ഹസ്ബൻഡും പറഞ്ഞു അദ്ദേഹത്തിന്റെ കാശ് നമുക്കിനി വേണ്ട, ഇനിയും ചോദിക്കുന്നില്ല. കർത്താവ് വഴി ഒരുക്കും. ഒരു വ്യക്തി വരും, ഹസ്ബൻഡ് പറയും ഒരു വ്യക്തി വരും, അതേ ഒരു വ്യക്തി വരും കടം തീർക്കാനായിട്ട്. എനിക്കറിയാം ഹല്ലേലൂയ, ഒന്നും പോകത്തില്ല. പക്ഷെ ആ മനുഷ്യനെ ഇനി രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മനസ്സുകൊണ്ട് പോലും ഞാൻ വെറുത്തിട്ടില്ല. ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് ഇതെല്ലാം ഞാൻ ക്ഷമ പറഞ്ഞു. എൻ്റെ അവസ്ഥ നിങ്ങൾ ഓർക്കണം. ഇത്രയും വഞ്ചിച്ച ഒരു മനുഷ്യനോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ജീവിതത്തെ ഇത്രയും തകർത്ത ഒരു മനുഷ്യനോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്തുകൊണ്ട് സിസ്റ്റർ അമൃത ക്ഷമിച്ചോ എന്ന് ചോദിച്ചാൽ കർത്താവ് എന്നെ ക്ഷമയും സ്നേഹവും പഠിപ്പിച്ചു. ഞാൻ എന്നെ അടിച്ചാലും ഞാൻ ക്ഷമിക്കും. കാരണം അവൻ അറിഞ്ഞുകൂടാത്തതാണല്ലോ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയായ അവനോട് ക്ഷമിക്കാൻ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ അകത്ത് വേദനയാണ്, അയാൾ രക്ഷപ്പെടുവോ. പിന്നെ കർത്താവ് പറഞ്ഞ ശേഷം പ്രാർത്ഥിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ രോഗത്താൽ വീണത്. അദ്ദേഹം സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എത്ര സീക്രട്ടായിട്ട് വെച്ചാലും പുറം അറിയാതിരിക്കുമോ? ഒത്തിരി കാശ്. എനിക്ക് തോന്നുന്നത് നമുക്ക് 50 ലക്ഷമാണ് പറ്റിച്ചതെങ്കിൽ ഇതിനകം അതൊക്കെ കഴിഞ്ഞാണ്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തോ, കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ വരത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് തള്ളിക്കളഞ്ഞത് പറ്റിച്ചതുകൊണ്ടാണെന്ന് പിന്നീട് മനസ്സിലായി. നമ്മളെ ഒത്തിരി പറ്റിച്ചു. ഇനിയിപ്പോ ഞാനതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. കർത്താവ് എല്ലാം നടത്തും, ഒന്നും കൊണ്ടുപോകത്തില്ല. കർത്താവ് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ജോലി ഞാൻ ചെയ്യും, നിന്റെ കാര്യം ഞാൻ നോക്കും. അല്ലെങ്കിൽ അതാണ് അപ്പൻ്റെ വാഗ്ദത്തം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലെ മനസ്സിനെ ഡിസ്ട്രാക്ഷൻ ആക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞ വ്യക്തികളുണ്ടാവാം. പക്ഷേ അപ്പൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുമ്പോൾ ആൻറ്റി അല്ലേ, ഒത്തിരി പേർ മക്കളെ വളർത്തിയിട്ട് മക്കളെ പുറങ്കാലം കൊണ്ട് തള്ളിക്കളഞ്ഞ് അവരൊക്കെ തള്ളി പോകുമ്പോൾ ഒക്കെ ഭാരമാണ്. മരുമക്കളെ സ്നേഹിച്ചിട്ട് അവരൊന്നും സ്നേഹിക്കത്തില്ല, ഭാരമാണ് നമുക്ക്. ക്ഷമിക്ക്. കർത്താവ് ക്രൂശിൽ കടന്ന് ക്ഷമിച്ചതുപോലെ, ആണി അടിക്കും വേദന എടുക്കുമ്പോഴും ക്ഷമിച്ചതുപോലെ, മുൾമുടി താണിറങ്ങുമ്പോഴും നമ്മളെ കണ്ട് ക്ഷമിച്ചതുപോലെ ഒരു ജനതയെ നമ്മുടെ മുമ്പിൽ കണ്ട് നമ്മൾ ക്ഷമിക്കുക. എന്നെ ദൈവം വിളിച്ചിട്ടുള്ളത് 1000-10,000 നേടാനായി, ഈ കാര്യങ്ങളൊന്നും നോക്കാനല്ല. അതുപോലെ നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾക്ക് കളയാനായിട്ട് പറ്റും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയുണ്ട്? വേറെ എന്താണ് ഇതിപ്പോ ക്ലിയർ ആക്കിയത്? ക്ലിയർ ആയി. അതെ, ഡ്രൈനസ്, സ്പിരിച്വൽ ഡ്രൈനസ് വരാനുള്ള ഏക കാര്യം നമുക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന അന്യഭാഷ എന്തോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് ആ വെളിപ്പാടുകളൊന്നും കിട്ടുന്നില്ല. അതാണ് ഈ ഡ്രൈനസിന്റെ കാര്യം. അത് കർത്താവ് ഉടനെ പരിഹരിച്ചു തരും. നമ്മൾ നിരാശപ്പെട്ടു പോവില്ല. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ദൈവസന്നിധിയിൽ ഇരുന്നിട്ടും ഒന്നും നടക്കുന്നില്ല. പിശാച് പതിയെ വന്ന് പറയും, നിർത്തടാ, ഇനി മതി പ്രാർത്ഥനയും നിന്റെ ഉപവാസവും മതി, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇതൊന്നും യോഗ്യതയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പിശാച്, ചെവിയിൽ വന്ന് പറയും മനസ്സിൽ. പക്ഷെ നിർത്തല്ലേ, അവിടെ ഒന്നും നിർത്താതെ പിടിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ നിറച്ചിട്ടേ വിടും. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഹല്ലേലൂയ. ദൈവം നിറയ്ക്കും. കാരണം നിന്റെ മേലൊരു വിളി ഉണ്ടെങ്കിൽ നിറയ്ക്കാതിരിക്കുന്നത് എങ്ങനെ? ഒരു വിളി കർത്താവ് അമ്മയുടെ ഉദരത്തിൽ നിനക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് നിറയ്ക്കാതെ എവിടെ പോവാനാ? സമയമാകുമ്പോൾ കർത്താവ് വിളിക്കും, രമ്യാവേ വാ, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ കർത്താവ് കൊണ്ടുവരും. നമ്മൾ ക്ഷമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ അതിന് സ്ട്രഗിൾ ചെയ്യരുത്, ടെൻഷൻ അടിക്കല്ല. അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടായില്ല. അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ടെൻഷൻ ഉണ്ടായപ്പോൾ ദൈവം എന്നെ ഇരുത്തി പഠിപ്പിച്ചു ക്ഷമ. പിന്നെ ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ ആത്മവരം എൻ്റെ കർത്താവ് തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കണ്ണ് ഓപ്പൺ ആയില്ല. കുറെ ദിവസം ഞാൻ അങ്ങനെ പരാതി പറയുമായിരുന്നു. എൻ്റെ അകത്തെ കണ്ണ് ഓപ്പൺ ആകുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുന്നുണ്ടല്ലോ ദൂതന്മാരെ കാണുന്നു, അവരെ കാണുന്നു. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കണ്ട് നീ പറയണമെന്നുണ്ട്, കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവം തരും. ദൈവത്തിന് വേണ്ടാത്ത ഒന്നും നമുക്കും വേണ്ട. കാരണം ദൈവത്തിന്റെ ജോലിയാണല്ലോ നമ്മളിവിടെ ചെയ്യേണ്ടത്.
അങ്ങനെയാണെങ്കിൽ ദൈവമാണ് തരേണ്ടത്. എനിക്ക് എന്ത് വേണോ അത് തരേണ്ടത്. നമ്മുടെ മുന്നിൽ വരുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് ദൈവത്തിന് അറിയാം. അവരോട് ദൈവമാണ് സംസാരിക്കുക. അത് ദൈവം ചെയ്യും. നമ്മൾ അതിൽ ടെൻഷൻ ആവരുത് ഒരിക്കലും. മനസ്സിലായോ? കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നാൽ അടുത്തത് ദൈവം ഏൽപ്പിക്കും. നമ്മൾ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. ഒരു ഗ്ലാസ് നിന്റെ കയ്യിൽ തന്നാൽ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അടുത്തൊരു ഗ്ലാസ് നിറയെ വെള്ളം തരും. ആ ഗ്ലാസ് തുളുമ്പാതെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പുറത്തെ കയ്യിലും കർത്താവ് തരും. പിന്നെ നിറച്ച് നിറച്ച് തരും കർത്താവ്. അങ്ങനെയാണ്. അതിപ്പോ കാശിന്റെ മേഖലയിലായാലും അങ്ങനെ തന്നെ. നിങ്ങൾ തരുന്ന കാശിന് വിശ്വസ്തനായി കർത്താവിന് ദൈവരാജ്യത്തിന് കൊടുക്കാനുള്ളത് കൊടുത്ത് നമ്മൾ വേണ്ട രീതിയിൽ അതിനെ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നില്ല എന്ന കർത്താവ് കണ്ടാല് അടുത്ത് വീണ്ടും അതിന്റെ ഇൻക്രിമെന്റ് കർത്താവ് തരും. അങ്ങനാണ്. അത് അനുഭവമുള്ള ആളല്ലേ. അങ്ങനെയാണ് ഉയർന്ന പൊസിഷനിലേക്ക് കർത്താവ് കൊണ്ടുവരും. അതും ആ ഒരു ലെവലിൽ അങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അപ്പൊ ഒന്നുകൊണ്ട് ടെൻഷൻ ആവല്ലോ ഒരിക്കലും. ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യണം. അപ്പന്റെ സന്നിധി ക്ഷമയോടെ ഇരിക്കണം. അപ്പാ അങ്ങ് തന്ന നന്മകൾക്കായി എല്ലാം നന്ദി, തന്ന ഗിഫ്റ്റുകൾക്കായി നന്ദി, അടുത്ത് വലിയ കാര്യങ്ങൾ എനിക്ക് തരാൻ പോകുന്നതിനായി നന്ദി. സന്തോഷത്തോടെ ഇരിക്കണം. നിരാശപ്പെട്ട ഹൃദയത്തോടെ ഇരിക്കല്ലേ. അപ്പോഴാണ് ഈ ഡ്രൈനസ് വന്ന് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായി? നമ്മുടെ നിരാശ ഉള്ളിലേക്ക് വരുമ്പോൾ ഒന്നും ആവുന്നില്ലല്ലോ, ഒന്നും ലഭിക്കുന്നില്ലല്ലോ, എന്തോ ഒരു സമയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇത്ര നാൾ കൊണ്ട് ഉപവസിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡള്ളായി പോകും. അപ്പോൾ തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചിലപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയാറുണ്ട്, എല്ലാ ദിവസവും ഒരേ കാര്യം പറയുമ്പോൾ പറ്റത്തില്ല, പുതിയ പുതിയ കാര്യങ്ങളൊന്നും പറയുമോ? എനിക്കങ്ങനെ ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. കർത്താവ് എല്ലാ ദിവസവും പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും പറയാറുണ്ട് എന്നോട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് എനിക്ക് നല്ല പോലെ അതറിയാം. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇത് ആദ്യം പറയുന്നതിന് പിന്നെയും പറയും. ഞാൻ പറയും, കർത്താവ് പുതിയ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ കർത്താവ് പറയണമെന്നില്ല. ഞാൻ കാത്തിരിക്കും. ഉപവാസ പ്രാർത്ഥനയിലോ ഒരുപക്ഷെ 10-21 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് അപ്പോഴൊന്നും സംസാരിക്കില്ലായിരിക്കും. ചിലപ്പോൾ ഒരു കാറയിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ പുതിയൊരു കാര്യം പറയും. നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല ദൈവം പറയുന്നത്. മനസ്സിലായി? ചിലപ്പോൾ പുതിയൊരു വിഷൻ എന്നെ കാണിക്കും. ചില ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വിഷൻ കാണിക്കും, ഈ ഭവനത്തിലുള്ള കാര്യം. അത് ദൈവത്തിന് ആ സമയത്ത് ചെയ്താൽ പോരെ. മനസ്സിലായി? നമ്മൾ പറയുന്ന സമയത്ത് ചെയ്തിട്ട് ആ ഭവനത്തിന് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിലേക്ക് കടന്നുപോയി. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെന്നോ ഒരു കരച്ചിൽ വരിക എൻ്റെ അകത്ത്. ഞാൻ അവിടെ ഇരുന്നങ്ങ് കരഞ്ഞു. പിന്നാണ് എനിക്ക് മനസ്സിലായത്, ആ ഭവനത്തിലായിരുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുകയായിരുന്നു. കാരണം എനിക്ക് അവരെയൊന്നും അറിയില്ല, അവർക്ക് വേണ്ടി ഞാൻ കരയുകയായിരുന്നു. അപ്പൊ ആ ഒരു സ്പെഷ്യൽ സാഹചര്യത്തിൽ ഞാൻ കരയണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. അപ്പൊ എന്റെ ഇമോഷൻസിനെ ആരെടുക്കുവാണ്? പരിശുദ്ധാത്മാവ് എടുക്കുവാണ് അവിടെ. പക്ഷെ ഞാൻ ആ ഇമോഷൻ കൊടുത്തില്ലെങ്കിലോ? എനിക്കിങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊരു വിഷമം വരുമ്പോ ഞാൻ അനുവദിക്കില്ല, കല്ല് പോലെ നിൽക്കുക. അവിടെ ഇമോഷൻ വരത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇമോഷനെ ടേക്ക് ഓവർ ചെയ്ത് ചില സമയങ്ങളിൽ കരയും, ചില സമയങ്ങളിൽ നിങ്ങൾ ചുമ്മാ ചിരിച്ചെന്ന് വരാം. അതാ ഈ ജോയ് അനോയിന്റിങ് എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ചില സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ എടുത്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും നമ്മൾ ചില സമയത്ത്. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം. അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതെല്ലാം കൂടെ പറയണമെങ്കിൽ സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്കൊരു ദിവസം വയ്ക്കാം കേട്ടോ. ഇവരെല്ലാവരും ആഹാരം കഴിക്കാതെ തളർന്നു. നമുക്ക് ഇന്നത്തേക്ക് നിർത്തിയാലോ? സഹോദരൻ ഒത്തിരി വളരാൻ ആഗ്രഹിക്കുന്ന ആളാ, എനിക്ക് മനസ്സിലായി. നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കണം, പഠിപ്പിക്കണം. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഞാനും കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. കുറെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനായിട്ട് ഇനിയും പുതിയ റെവലേഷൻസ് വേണം. ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം കൂടുമോ അത്രത്തോളം കൂടുതൽ എനിക്ക് ദൈവം വെളിപ്പാടുകൾ തന്നുകൊണ്ടിരിക്കും. ഹാലലൂയ. അപ്പോൾ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിച്ചാലോ? സ്തോത്രം. കർത്താവേ, നല്ല സമയത്തിനായി നന്ദി. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഇത്രയും സമയം നിങ്ങൾ ക്ഷമയോടെ ഇരുന്നതിനായി നന്ദി. ഹാലലൂയ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക് പ്രിയ മക്കളെ കൊണ്ടുവരണം. അവർക്ക് ഗിഫ്റ്റുകളെ കൊടുക്കണം, ആത്മാവിന്റെ വരങ്ങളെ കൊടുക്കണം. അവരുടെ സ്പിരിച്വൽ ഡ്രൈനസ് മാറട്ടെ കർത്താവെ. മരുഭൂമിയിൽ ഞാൻ എൻ്റെ നീരൊഴുക്കിനെ പകരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡ്രൈനസ് മാറാനായിട്ട് ആ നീരൊഴുക്കിനെ ഈ നാളുകളിൽ അളവില്ലാതെ എൻ്റെ ദൈവം പകർന്നാട്ടെ. പുതിയ ആത്മീക അനുഭവങ്ങൾ പ്രിയ മക്കൾക്ക് ഉണ്ടാകട്ടെ കർത്താവെ. പുതിയ എൻകൗണ്ടറുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒന്നിനെ പറ്റിയും നിരാശപ്പെടാതെ, ഒന്നിനെ പറ്റിയും ഭാരപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
ഈ നാളുകളിൽ ആത്മാവിന്റെ വരങ്ങളെ പറ്റി കൂടുതൽ ഗ്രഹിക്കുവാൻ അടുത്ത് വരുന്ന ടീച്ചിങ്ങുകളിലൂടെ, ക്ലാസ്സുകളിലൂടെ ഞങ്ങളെ സഹായിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവഹിതത്തിന് വിരോധമായി അവരുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളിൽ ഐക്യത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. കർത്താവ് പിശാചിന്റെ പ്രവൃത്തികളെല്ലാം അഴിഞ്ഞു മാറണം. കർത്താവ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അവരെ സൗഖ്യപ്പെടുത്തുന്നതിനായി നന്ദി. കർത്താവിന്റെ അത്ഭുതകരങ്ങൾ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവർ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹിക്കപ്പെട്ടവരായി, ഒരു ഉജാലയായി, വെളിച്ചമായി, വൈറ്റ് കളറായി, ഹല്ലേലൂയ, കളങ്കമില്ലാത്തവരായി, ഓ ഹല്ലേലൂയ, എല്ലായിടത്തും തീരട്ടെ. ആ സാദൃശ്യത്തോട്, സ്വരൂപത്തോട് അനുരൂപപ്പെടട്ടെ. കർത്താവെ അങ്ങയുടെ നിസ്തുല്യ നാമത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ.